അമൽ സാർ ഓഡിബിൾ അല്ലേ? ഓഡിബിൾ ആണ് സാർ. ഓക്കെ ഓക്കെ, താങ്ക് യു അമൽ സാർ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, JRCM. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് വേണ്ടി ഒരുക്കി തന്നിട്ടുള്ള നമ്മളുടെ CRN മൂർത്തി സാറും അഖില മേഡം, നമുക്ക് സ്ത്രീകൾക്ക് ആറേകാലിന്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കും അതുപോലെ യങ്സ്റ്റേഴ്സിനും ഇതില് മികവ് തെളിയിക്കാനും അവരുടെ അവസരങ്ങൾ യങ്സ്റ്റേഴ്സിനും അതുപോലെ തന്നെ ലേഡീസിനും എങ്ങനെ വിജയിക്കാന്നുള്ളവരും വിജയിച്ചവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തരുന്ന CRN മൂർത്തി സാർ ആൻഡ് അഖില മേഡത്തിന് ഞാൻ ആദ്യമായി നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ സുജിത് സാർ ആൻഡ് ഫാമിലി, ഹേമന്ത് സാർ ആൻഡ് ഫാമിലി. അതിനുപരി എന്നെ ഈ യൂത്ത് ഐക്കണിലോട്ട് ക്ഷണിച്ചത് സുരാഗ് സാറാണ്. കഴിഞ്ഞ ഫയർ അപ്പ് പ്രോഗ്രാമിലാണ് സുരാഗ് സാറുമായിട്ട് കുറച്ചുകൂടെ പരിചയപ്പെടാനായിട്ടും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടും കഴിഞ്ഞത്. ഈ 17-ആം തീയതി നമ്മുടെ ഫയർ അപ്പ് പ്രോഗ്രാം കഴിഞ്ഞിരുന്നു. ആ ഫയർ അപ്പ് പ്രോഗ്രാമിലാണ് നമ്മൾ സുരാഗ് സാറുമായിട്ട് പരിചയപ്പെട്ടിട്ട് അതിനുശേഷമാണ് യൂത്ത് ഐക്കണിലേക്ക് ഒരു എൻട്രി കിട്ടി ഈ ഒരു ഫ്രൈഡേ പ്രോഗ്രാം ചെയ്യണമെന്ന് സുരാഗ് സാർ ആവശ്യപ്പെട്ടത്. അപ്പോൾ ആദ്യം സുരാഗ് സാറിനും ഈ ഒരു യൂത്ത് ഐക്കണിലോട്ട് എന്നെ ക്ഷണിച്ചതിനും ഈ ഒരു മീറ്റിംഗ് എടുക്കാൻ എന്നെ ഇൻവൈറ്റ് ചെയ്തതിനും സുരാഗ് സാറിനും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അപ്പോൾ അമൽ സാർ എന്നെ പരിചയപ്പെടുത്തി. എൻ്റെ പേര് ശരൺ എന്നാണ്. ഞാൻ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടാണ് സ്വദേശം. കൊല്ലങ്കോടാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ അതിനോടൊപ്പം തന്നെ RCMല് ഇപ്പോ ശ്രീനിധി RCM അണ്ടർവേൾഡ് യുക്കില് പാലക്കാട് സ്റ്റേഡിയത്തിനടുത്ത് ശ്രീനിധി RCM അണ്ടർവേൾഡ് യുക്കിൽ വർക്ക് ചെയ്യുന്നു. സ്റ്റാഫായി വർക്ക് ചെയ്ത് കൊണ്ട് തന്നെ ഇപ്പൊ ഒരു ഗോൾഡ് പിൻ അച്ചീവർ കൂടിയാണ് അല്ലെ. ഞാൻ ഈ ഒരു മീറ്റിംഗ് എൻ്റെ അടുത്ത് എടുക്കാൻ പറഞ്ഞ സമയത്ത് ഞാൻ ഓക്കെ പറഞ്ഞു. കാരണം എനിക്ക് ശ്രീനിധി RCM അണ്ടർവേൾഡ് കുക്കിൽ നിന്നുകൊണ്ട് തന്നെ ഒരുപാട് അച്ചീവ്മെന്റുകളും ഒരുപാട് എക്സ്പീരിയൻസുകളും എനിക്ക് നേടിയെടുക്കാനായി കഴിഞ്ഞു. ഒരു ഷോപ്പിൽ നിന്നുകൊണ്ട് തന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പോലും ഷോപ്പ് നമുക്കൊരു ടൂളായി മാറ്റിയെടുത്തുകൊണ്ട് നമുക്കൊരു ടീം ബിൽഡ് ചെയ്യാന്നുള്ളത് മനസ്സിലാക്കി. കാരണം ഞാൻ തുടക്കത്തില് ഇതില് RCMലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ CCTV ഹാർഡ്വെയറിൽ എന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു മേഖലയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ +2 കഴിഞ്ഞ് ഡിപ്ലോമയ്ക്ക് ശേഷമാണ് CCTV എന്ന് പറയുന്ന കോഴ്സ്, ഡിപ്ലോമ കോഴ്സ് എടുത്ത് 1 ഇയർ കോഴ്സ് എടുത്ത് അത് പഠിച്ചതിന് ശേഷം CCTV മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കറിയാലോ, നമ്മൾ ഏതാണോ മേഖലയിൽ പഠിക്കുന്നത് നമ്മൾ ആ മേഖലയിലായിരിക്കില്ല നമുക്ക് കൂടുതലും വർക്ക് വരുന്നത്. ഞാൻ CCTV പഠിച്ചെങ്കിൽ പോലും നമ്മൾ പുറത്തുപോയി വർക്ക് ചെയ്യുന്ന സമയത്ത് പല വർക്കുകളും നമ്മളായി ചെയ്യേണ്ടതായിട്ട് വരും. കാരണം അവർക്ക് CCTVയുടെ മാത്രമല്ലായിരുന്നു, AC-യുടെ അതുപോലെ ഇലക്ട്രീഷ്യൻ വർക്കുകൾ, അങ്ങനെ ധാരാളം വർക്ക് ചെയ്യുന്ന ഒരു ടീമിന്റെ കൂടെയായിരുന്നു ഞാൻ CCTV വർക്കിന് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ CCTV വർക്ക് ഭൂരിഭാഗവും കുറവായിരിക്കും. പക്ഷെ കൂടുതലും നമുക്ക് മറ്റുള്ള വർക്കായിരിക്കും ചെയ്യേണ്ടതായിട്ട് വരിക. ഇലക്ട്രീഷ്യനും മറ്റുള്ള രീതിയിലുള്ള വർക്കുകളായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് വരിക. നമുക്ക് കൃത്യം 9 മണിക്ക് ഓഫീസിൽ പഞ്ച് ചെയ്യണം. അതിനു പുറമെ നമ്മൾ കൃത്യം 6 മണിക്ക് വരെയാണ് ഓഫീസ് ടൈം എന്നുണ്ടെങ്കിലും വർക്ക് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ 6 മണി പറഞ്ഞാലും നമ്മൾ 8 മണി കഴിയാതെ നമുക്ക് വീട്ടിലോട്ട് തിരിച്ചെത്താനായിട്ട് ഒരിക്കലും സാധിക്കില്ല. പക്ഷെ ഇത്രയും വർക്ക് ചെയ്തിട്ട് കൂടെ അവിടുത്തെ എനിക്ക് സാലറി എന്ന് പറയുന്നത് 5000 രൂപയായിരുന്നു. മന്ത്ലി 5000 രൂപ സാലറി ആയിരുന്നു. നമ്മൾ ആ സമയത്താണ് എനിക്ക് RCMന്റെ അവസരങ്ങളെ കുറിച്ച് മനസ്സിലായത്. കാരണം എന്നെ RCMലോട്ട് എത്തിച്ചത് പറഞ്ഞാൽ എൻ്റെ അപ്ലൈനും എൻ്റെ ബ്രദറുമായിട്ടുള്ള ശ്രീ വിനോദ് സാറും രമ്യ മാഡം കൂടിയിട്ടാണ്. കാരണം എൻ്റെ ബർത്ത്ഡേ, നമ്മളെല്ലാം ഒരു സാധാരണപ്പെട്ട വീട്ടിൽ വളരുന്ന ഒരു കുട്ടി തന്നെയാണ്. ഇപ്പോഴും സാധാരണപ്പെട്ട രീതിയിൽ തന്നെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞ സാധാരണപ്പെട്ട ജോലിക്ക് പോയിട്ട് ഒരു കഴിയുന്ന ഫാമിലി തന്നെയാണ് ഇപ്പോഴും. അപ്പോ നമ്മളുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത് നമുക്ക് വലിയ രീതിയിലൊന്നും നമ്മൾ ആഘോഷിക്കില്ല അല്ലെ. നമ്മളൊരു ചോക്ലേറ്റ് വെക്കുന്നു, അല്ലെങ്കിൽ ഒരു പായസം വെക്കുന്നു, അടുത്തുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നു, ഒരു ഡ്രസ്സ് എടുക്കുന്നു എന്നുള്ള ഒരു രീതിയിലായിരുന്നു നമ്മളെ മുമ്പോട്ട് പോവുക. പക്ഷെ എല്ലാ ബർത്ത്ഡേക്കും എൻ്റെ ബ്രദറും എൻ്റെ ലീഡറുമായിട്ടുള്ള വിനോദ് സാർ എനിക്ക് ഒരു ഷർട്ടും പാൻറ്റും എല്ലാ ബർത്ത്ഡേക്കും, ഞാൻ ജനിച്ചപ്പോൾ മുതലുള്ള എല്ലാ ബർത്ത്ഡേക്കും എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം വിനോദ് സാറ് എയർഫോഴ്സിൽ റിട്ടയർമെന്റിന് മുമ്പാണെന്നുണ്ടെങ്കിൽ അത് എനിക്ക് പാഴ്സലായിട്ടോ അല്ലെങ്കിൽ ആരെയും വിളിച്ചു പറഞ്ഞ് അത് എന്നിലോട്ട് എത്തിക്കാനുള്ള ഒരു ഇതുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ റിട്ടയർമെന്റ് ശേഷം നാട്ടിൽ വന്ന് സെറ്റിൽഡ് ആയ സമയത്ത് എല്ലാ വർഷവും എനിക്ക് ഈ ഒരു പാന്റും ഷർട്ടും കിട്ടിയിരുന്നു. അതിൽ ഞാൻ വളരെയധികം ഹാപ്പി ആയിരുന്നു. പക്ഷെ എൻ്റെ 18ാമത്തെ വയസ്സിലാണ് RCM എന്ന് പറയുന്ന ഈ ഒരു RCM എന്ന് പറയുന്ന നന്മ എന്നിലേക്ക് എത്തുന്നത്. കാരണം 18ാമത്തെ എൻ്റെ വയസ്സിലെ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് വിനോദ് സാർ തന്നത്, ഇന്ന് നിനക്ക് പാന്റും ഷർട്ടും അല്ല, ഇന്ന് RCMന്റെ ഐഡിയ ആണ് നിനക്ക് ഗിഫ്റ്റ് ആയി തരുന്നത് പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചിച്ചു, എന്താണ് ഏട്ടന് പറ്റിയത്, ഏട്ടൻ എന്തെങ്കിലും കാര്യങ്ങൾ പറ്റിപ്പോയോ? എല്ലാ വർഷവും ഒരു ഷർട്ടും പാന്റും കിട്ടുന്നായിരുന്നു. ഇപ്പൊ ഇവർ RCM ചെയ്യാൻ തുടങ്ങിയതോട് കൂടിയിട്ട് നമുക്ക് ഷർട്ടും പാന്റും തന്നെ ഇല്ല. ഇപ്പൊ ഏട്ടൻ പറയുന്നു RCMന്റെ ഗിഫ്റ്റ് ആണ്
ആർസിഎമ്മിന്റെ ഐഡിയ ആണ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. എനിക്ക് അന്ന് ഒന്നും മനസ്സിലായില്ല. അപ്പോ ഏട്ടൻ ആർസിഎമ്മിൽ വന്ന് തുടങ്ങി ഒരു ചെറിയ സ്റ്റാർ പിന്നെ അന്ന് ആ ലെവലുകളിലോട്ട് വന്ന് തുടങ്ങിയിരുന്ന സമയത്ത് എനിക്ക് ഗിഫ്റ്റായി തന്നു. പക്ഷെ എനിക്ക് അതിന്റെ വാല്യൂ അന്ന് മനസ്സിലാക്കിയില്ല. അതിനുശേഷം ഞാൻ CCTV വർക്കിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു. ഏകദേശം കുറച്ച് മാസങ്ങൾക്ക് ശേഷം തന്നെ, ഏകദേശം ഒരു 1 ഇയറിന് ശേഷം ഇവിടെ ശ്രീനിധി ആർസിഎമ്മിൽ മുമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് വിമൽ സാറാണ്. നമ്മളുടെ എൻ്റെ വേറൊരു ബ്രദർ കൂടിയായിട്ടുള്ള വിമൽ സാറ് സ്റ്റാർ ഗോൾഡ് വിൻ അച്ചീവർ ആണ്. അദ്ദേഹം എലപ്പുള്ളി പാലക്കാട് തന്നെ വേറൊരു എലപ്പുള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പിക്കപ്പ് സെന്റർ കൂടി PUC കൂടി തുടങ്ങാൻ ഇടയുണ്ടായി. അപ്പോ ആ രീതിയിലാണ് എനിക്ക് ശ്രീനിധി ആർസിഎം അണ്ടർവേർഡ് ക്വിക്കിലേക്ക് ഒരു എൻട്രി കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു വർഷം കൊണ്ട് തന്നെ ആർസിഎമ്മിന്റെ പിക്ചർ നമുക്ക് മനസ്സിലാക്കാനായി സാധിച്ചു. കാരണം എൻ്റെ വീട്ടിൽ തന്നെ ധാരാളം അച്ചീവ്മെന്റുകളും നമ്മൾ സംസാരിക്കുന്നത് ഒരു 5 മിനിറ്റ് നമ്മൾ വീട്ടിൽ എല്ലാവരും കൂടുന്ന സമയമാണെങ്കിൽ പോലും ഒരു 5 മിനിറ്റ് കോമൺ ആയിട്ടുള്ള കാര്യം സംസാരിച്ചു കഴിഞ്ഞാൽ 6ാമത്തെ മിനിറ്റ് തൊട്ട് നമ്മൾ സംസാരിക്കുന്നത് ആർസിഎമ്മിനെ കുറിച്ചിട്ടാണ്. ആർസിഎമ്മിന്റെ അവരെ പോയി കണ്ടു, അവർക്ക് ഇത്ര വരുമാനം നേടിയെടുക്കാൻ നമുക്ക് കഴിയും, നമ്മൾക്ക് ഇത്ര വരുമാനം വരുന്നുണ്ട്, ഇന്ന് ഇവിടെ ഹോം മീറ്റിംഗ് നടന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ വീട്ടിലാണെങ്കിലും കൂടുതൽ സംസാരിക്കുക. അതുകൊണ്ട് തന്നെ ആർസിഎമ്മിനെ കൂടുതൽ അറിയാനായിട്ട് ആ ഒരു വർഷം കൊണ്ട് എനിക്ക് സാധിച്ചു. ആ സമയത്താണ് എനിക്ക് ശ്രീനിധി ആർസിഎം അണ്ടർവേർഡിലേക്ക് ഒരു ഇൻവൈറ്റ്, എൻ്റെ ബ്രദർ എന്നെ ഇൻവൈറ്റ് ചെയ്തത്. ആ സമയത്ത് ഞാൻ CCTV എന്ന് പറയുന്ന ഫീൽഡ് വിടുന്ന സമയത്ത് തന്നെ എൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെ, എൻ്റെ ഫാമിലി മെമ്പേഴ്സ് തന്നെ കുറെ അധികം എന്നെ അങ്ങോട്ട് പോവരുത്, കാരണം അതൊരു സെയിൽസ്മാൻ്റെ ആണ്, നീ ഇപ്പൊ ഒരു നിൽക്കുന്നത് ഒരു കൈത്തൊഴിൽ പഠിക്കുന്ന രീതിയിലാണ്, നീ ഇതിൽ നിന്ന് നീ ഒരു സെയിൽസ്മാന്റെ രീതിയിലോട്ട് നീ ഒരിക്കലും പോവരുത്, അത് താഴേക്കുള്ള രീതിയിലായിട്ടാണ് പോകുന്നത്, നീ ഒരിക്കലും ആ ഒരു സിസ്റ്റം നീ ഫോളോ ചെയ്യേണ്ട, നീ ഈ നിൽക്കുന്നതിൽ തന്നെ നിന്നോ എന്നുള്ള കുറെ ആൾക്കാർ എൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും എനിക്ക് എൻ്റെ ബ്രദറിലുണ്ട് വിശ്വാസമുണ്ട്. കാരണം നമ്മളുടെ ബ്രദർ ഒരിക്കലും നമുക്ക് ദോഷമാവുന്ന ഒരു കാര്യം ചെയ്യില്ല എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആ CCTV ഫീൽഡിൽ നിന്ന് റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ ആർസിഎമ്മിലോട്ട് കയറി. ആ ആർസിഎമ്മിൽ കയറി നമുക്ക് ഈ ഒരു ആർസിഎം എല്ലാവർക്കും ഒരേപോലത്തെ അവസരങ്ങളാണ് കിട്ടുന്നത് അല്ലെ? എല്ലാവർക്കും ഇപ്പോ ഇതിലിരിക്കുന്ന എല്ലാവർക്കും, ഇതിൽ 84 പേരുണ്ട്, 84 പേർക്കും കിട്ടുന്ന ഐറ്റംസ് തന്നെയാണ് എനിക്കും കിട്ടുന്നത്. 84 പേർക്ക് കിട്ടുന്ന ഐറ്റംസ് തന്നെയാണ് നമ്മളിപ്പോ അമൽ സാറിനും സുരാജ് സാറിനും കിട്ടുന്നത്. നമ്മൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറെ കുറച്ച് ഐറ്റംസ് വേറെ രീതിയിൽ എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള അവസരം, ഒരേ രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ, ഒരേ രീതിയിലുള്ള മാർക്കറ്റിംഗ് പ്ലാൻ, അത് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ വിജയം കണ്ടെത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ ഈ ശ്രീനിധി ആർസിഎമ്മിൽ ഞാൻ വന്നതിന് ശേഷം ശ്രീനിധി ആർസിഎം കുറച്ചുകൂടെ വിപുലീകരിച്ചു, കുറച്ച് PUCയിൽ നിന്ന് വണ്ടർവേൾഡ് ക്വിക്കിലോട്ട് കൺവേർട്ട് ആയി. ആ സമയത്ത് കുറച്ചുകൂടെ ഷോപ്പില് മീറ്റിംഗ് നടത്താനുള്ള സ്ഥലങ്ങൾ ഉണ്ടായി. അപ്പൊ തന്നെ നമ്മളുടെ ടീം ചെറിയ രീതിയിൽ തുടങ്ങിയെങ്കിലും ആ രീതിയിലുള്ള ആൾക്കാരെ നമ്മൾ ഷോപ്പിലോട്ട് എത്തിച്ചു. കാരണം ഒരു ഹോം മീറ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എല്ലാ പ്രൊഡക്റ്റുകളും കൊണ്ടുപോയി പരിചയപ്പെടുത്താൻ പറ്റിയെന്ന് വരില്ല. കാരണം അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് കൊണ്ടുപോകുന്ന പ്രൊഡക്റ്റിലായിക്കോട്ടെ, നമുക്ക് എല്ലാ പ്രൊഡക്റ്റും പരിചയപ്പെടുത്താനും സാധിച്ചെന്ന് വരില്ല. എന്നാൽ അവരെ ഷോപ്പിലോട്ട് എത്തിക്കുന്ന സമയത്ത് ഷോപ്പിൽ നിന്ന് ധാരാളം സെയിൽ കൂടുന്നതിനോടൊപ്പം തന്നെ എൻ്റെ ടീമും പതുക്കെ പതുക്കെ വളരാൻ തുടങ്ങി. ഷോപ്പിലെ പ്രൊഡക്റ്റുകൾ കണ്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇത്രത്തോളം പ്രൊഡക്റ്റുകൾ ഉണ്ട് എന്നുള്ള രീതിയിൽ അവർ പർച്ചേസ് ചെയ്യുന്നതിലൂടെ തന്നെ ഞാൻ ഈ കാണുന്ന ഗോൾഡ് പിന്നെ കൂടി അലങ്കരിക്കാൻ കഴിച്ചു. അപ്പോൾ എനിക്ക് എൻ്റെ ബേസ് എന്ന് പറയുന്നത് ഇപ്പോഴും ഷോപ്പ് തന്നെയാണ്. ഷോപ്പിലൂടെയാണ് എനിക്കൊരു ടീം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഷോപ്പിൽ നിന്നുകൊണ്ട് നമുക്ക് ഇനിയും മുമ്പേറാൻ പറ്റും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളുടെ കോഴിക്കോടുള്ള ഷൈമ മാഡം അല്ലെ? സുജിത് സാറിന്റെ ഷോപ്പിൽ നിന്നുകൊണ്ട് ഇന്ന് ഒരു ടെക്നിക്കൽ അച്ചീവർ, ആരും മോഹിക്കുന്ന ടെക്നിക്കൽ അച്ചീവർ എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിലോട്ട് എത്താൻ സാധിച്ചു. അപ്പോൾ ഈ ശ്രീനിധി ആർസിഎം നിന്നുകൊണ്ട് തന്നെ എനിക്ക് ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കാരണം ഷോപ്പ് എന്ന് പറയുന്നത് പല രീതിയിലുള്ള ആൾക്കാരുമായിട്ട്, നമ്മൾ എല്ലാ ടീമിലുള്ള മെമ്പേഴ്സുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും, അവര് ഏതൊക്കെ സിസ്റ്റത്തിലൂടെയാണ് അവർ ഫോളോ ചെയ്യുന്നത്, അത് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റം ആണോ, നമുക്ക് അതിൽ മെച്ചം ഉണ്ടാവുന്നുണ്ട് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ മുമ്പോട്ട് പോകാം. ഈ ഒരു സമയത്ത് ഷോപ്പിലെ ഏറ്റവും കൂടുതൽ ഒരു നമ്മുടെ പാലക്കാട് സ്റ്റാർ പ്ലാറ്റിനം ആയിട്ടുള്ള ശിവകുമാർജി ഒരു ഫോളോ ചെയ്ത സിസ്റ്റമാണ് കിറ്റ് രീതിയിൽ, ഒരു 2000 രൂപയുടെ കിറ്റ് രീതിയിൽ ഒരു കിറ്റ് ഉണ്ടാക്കിയിട്ട് ഓരോ വീടുകളിലോട്ട് കൊണ്ടുപോയിട്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റം അവര് ശിവകുമാർജി നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് അതിലൂടെ ഒരു സക്സസ് ഉണ്ടായി. അത് നമുക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. അവര് ഏതാണോ ചെയ്യുന്നത് ആ രീതി നമുക്ക് മെച്ചപ്പെടുന്നുണ്ടെങ്കിൽ, അതിലൂടെ അവർ ഉയർന്ന പൊസിഷനിൽ എത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു രീതി പിന്തുടരാൻ ഈ ഷോപ്പിൽ മുഖേനയാണ് കഴിയുന്നത്. കാരണം ഷോപ്പിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാർ എന്തൊക്കെ രീതിയിലാണ് അവര് ടീം ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യത്തിലൊക്കെ വളരെയധികം നമുക്ക് ഒബ്സർവേഷൻ
റിലേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു രീതി ഷോപ്പിലൂടെ കിട്ടി. അതുപോലെ തന്നെ ഒരുപാട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനും ഷോപ്പിൽ, ഇപ്പൊ എന്റെ ഏജ് സംബന്ധിച്ചിടത്തോളം എനിക്ക് 23 വയസ്സാണ്. എന്റെ 23 വയസ്സുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കൂട്ടുകെട്ടുകൾ നമുക്ക് ഏത് ലെവലിലായിരിക്കും, ഒരു 25, 26, 27 ആ റേഞ്ചിലുള്ള ആൾക്കാരുമായിരിക്കും നമുക്ക് കൂടുതൽ ബന്ധം ഉണ്ടാവുക. എന്നാൽ ഇന്ന് നമുക്കറിയാം നമ്മളുടെ ടീമിലെ ഏറ്റവും ചെറിയ പ്രായത്തിൽ മുതൽ വലിയ ആൾക്കാർ വരെ നമ്മളുടെ ഒട്ടനവധി സീനിയർ ലീഡേഴ്സ് ഉണ്ട്. വസ്തുമോഹൻ സാറ്, അതുപോലെ ശശിയേട്ടൻ, പ്രഭാകരേട്ടൻ, അങ്ങനെയുള്ള രാധേട്ടൻ, അങ്ങനെയുള്ള എല്ലാവരുമായിട്ട് നമുക്ക് അത്രയും ഏജ് ആയിട്ടും അവരുമായിട്ട് നമുക്കൊരു റിലേഷൻ ഉണ്ടാക്കുന്നു. അവരിൽ നിന്ന് കുറെ കാര്യങ്ങൾ, ജീവിതത്തിന്റെ കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുന്നു. ഏതൊരു ബിസിനസ്സിലും നമുക്ക് അതിന് സാധിക്കില്ല. കാരണം ഈ ഒരു ബിസിനസ്സിൽ മാത്രമാണ് ആ ഏജിലുള്ളവരിലോട് കൂടി നല്ലൊരു ക്യാരക്ടർ ബിൽഡ് ചെയ്തുകൊണ്ട് നമ്മളുടെ എന്ത് പ്രശ്നത്തിനും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു, അവര് നമ്മളുടെ കൂടെ നിൽക്കുന്നു, നമ്മളെ ഒരു മോനെ പോലെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാനുള്ള അവസരങ്ങളായിട്ട് ഈ ബാക്കിയുള്ള ലീഡേഴ്സ് എല്ലാം നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബിസിനസ്സിൽ മാത്രമേ നമുക്ക് ഇത്രത്തോളം ആൾക്കാരുമായിട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിലും ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ഷോപ്പാണ്. അപ്പോൾ ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ആർസിഎമ്മിൽ വന്നതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ചെറിയൊരു പ്രസന്റേഷനിലൂടെ നമുക്ക് പോവാം. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ജയാർസിഎം. നമ്മൾ എല്ലാവരും എത്തിപ്പെട്ടിരിക്കുന്ന ഒരു സിസ്റ്റം വളരെ വലിയൊരു സിസ്റ്റമാണ്. നമുക്ക് നമ്മളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ ഓരോരുത്തരും വന്നുപെട്ടിരിക്കുന്നത്. ആ സിസ്റ്റം നമ്മൾ കൃത്യമായി ഉപയോഗിക്കുക. അതിന് ഫസ്റ്റ് നമുക്ക് എന്ത് വേണം? ബി ലൈഫ് സിസ്റ്റം. നമ്മൾ ആദ്യം ബി ലൈഫ് സിസ്റ്റത്തിൽ ഫസ്റ്റ് വരുന്ന പോയിന്റ് ആണ് ബിലീവ് ഇൻ യുവർ സെൽഫ്. നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. നമുക്ക് നമ്മളുടെ കൂടെ വരുന്നവർക്ക് നമ്മളെ വിശ്വാസം ഉണ്ടോ, നമ്മളുടെ അപ്ലൈന് നമുക്ക് വിശ്വാസം ഉണ്ടോ എന്നുള്ള കാര്യത്തിനു പുറമെ നമ്മളിൽ തന്നെ നമുക്കൊരു വിശ്വാസം ഉണ്ടാക്കണം. നമുക്ക് ആ കാര്യം ആർസിഎം ചെയ്യാൻ പറ്റുന്നുള്ള ഒരു വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം. നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത്, ഏത് മേഖല ആയിക്കോട്ടെ, ഇപ്പൊ വേറെ ഏത് മേഖല എടുത്താലും ആ മേഖല നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു വിശ്വാസം നമ്മളിൽ തന്നെ ഉണ്ടായിരിക്കാൻ മാത്രമേ നമുക്ക് സക്സസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യം ബിലീവ് ഇൻ യുവർ സെൽഫ്. നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. അതിന് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കർ നമുക്കറിയാം, ക്രിക്കറ്റിന്റെ ദൈവം എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അത് അദ്ദേഹത്തിന്റെ ഒരു നാൾ കൊണ്ടുള്ള പരിശ്രമമല്ല, അദ്ദേഹത്തിനോടുള്ള വിശ്വാസം. അദ്ദേഹം ഒരു 10ാം ക്ലാസ് ഫെയിലായ ഒരു വ്യക്തിയാണ്. അത് പലർക്കും അറിയാതിരിക്കാം. പക്ഷെ അദ്ദേഹം 10ാം ക്ലാസ് ഫെയിലായ സമയത്ത് ഒരിക്കലും ഡിപ്രഷൻ അടിക്കുകയും ഞാൻ ഇത് എന്നെ കൊണ്ട് ജീവിതത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കുകയല്ല. അദ്ദേഹത്തിന്റെ പാഷൻ എന്തിലാണെന്ന് തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിന് ഒരു വിശ്വാസം ഉള്ളത് ക്രിക്കറ്റിലാണ്. അദ്ദേഹത്തിന്റെ സ്കില്ല് അതിനായിട്ട് വർക്ക് ചെയ്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ന് ക്രിക്കറ്റിലെ ദൈവം, ക്രിക്കറ്റിന്റെ ഗോഡ് ഓഫ് ക്രിക്കറ്റ് എന്നാണ് നമുക്ക് സച്ചിൻ ടെണ്ടുൽക്കറെ നമുക്ക് അറിയപ്പെടുന്നത്. അത് നമ്മൾക്ക് അതുപോലെയുള്ള ഒരു വിശ്വാസം നമുക്ക് നമ്മളിൽ തന്നെ വേണം. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ആർസിഎം ആയിക്കോട്ടെ, ഏതൊരു കാര്യമാണെങ്കിലും ആദ്യം നമ്മൾക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ 100% ആയി വിജയിക്കാൻ പറ്റുള്ളൂ. അതിന് വേറൊരു എക്സാമ്പിൾ ആണ്, നമ്മൾ എല്ലാവരും സർക്കസ് കണ്ടിട്ടുണ്ടാവും അല്ലെ? സർക്കസില് ഒരു കുട്ടിയെ അവിടെ നിർത്തി ഒരാള് കണ്ണ് കെട്ടിക്കൊണ്ട് കത്തി എറിയുന്ന ഒരു പരിപാടി ഉണ്ട്. അയാൾക്ക് എത്ര ശതമാനം വിശ്വാസം ഉണ്ടാവും? അയാൾക്ക് അത് ചെയ്യാൻ പറ്റും എന്നുള്ളതില് 100ല് 110% അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടാകും. കാരണം എന്താണ്? അത് അയാൾക്ക് 90% വിശ്വാസം ഉള്ളൂ എന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് ചെയ്യാൻ നിൽക്കില്ല. അയാൾക്ക് 100ൽ 110% ആ ഒരു പ്രവൃത്തിയിൽ വിശ്വാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് ഫോക്കസ് ചെയ്ത് ചെയ്യും, അതിൽ വിജയിക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ഈ ഒരു ബിസിനസ്സിലും, നമ്മൾ ആർസിഎം ബിസിനസ്സിലും നമ്മൾ 100% ആയിട്ട് വിശ്വസിക്കണം. അത് നമ്മളിൽ തന്നെ ആയിരിക്കണം. മറ്റുള്ള ആൾക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ നോക്കേണ്ടതായിട്ടില്ല. അടുത്തതാണ് ബിലീവ് ഇൻ യുവർ കമ്പനി. നമ്മളുടെ കമ്പനിയിൽ നമുക്ക് വളരെ വലിയൊരു വിശ്വാസം വേണം. നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ഏതൊരു കമ്പനി ആയിക്കോട്ടെ, ആ ഒരു കമ്പനിയിൽ നമുക്കൊരു വിശ്വാസം വേണം. എന്താണ്? സ്വന്തം കമ്പനി, നമ്മളുടെ കമ്പനി ഒരിക്കലും നമ്മൾ കമ്പനിയെ കാണുന്നത് നമ്മളുടെ ശരിക്കും മാതാപിതാക്കൾ പോലെയാണ്. നമ്മളുടെ മാതാപിതാക്കൾ ഒരിക്കലും നമുക്ക് ദോഷമാവുന്ന കാര്യങ്ങൾ ഒന്നും ചെയ്യില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് ഓരോ മക്കൾക്കും ഉണ്ടാവും അല്ലെ? നമ്മളുടെ അച്ഛനമ്മ നമ്മൾ നല്ലത് കഴിക്കണം എന്നുള്ളത്, അവർ കഴിച്ചില്ലെങ്കിൽ കൂടി നമ്മൾ നല്ല ഫുഡ് കഴിക്കണം, നല്ല രീതിയിൽ വളരണം എന്നുള്ള രീതിയിലുള്ള മനോഭാവമുള്ളത് മാതാപിതാക്കളാണ്, എല്ലാ മാതാപിതാക്കളും. അതുപോലെ തന്നെയാണ് നമ്മുടെ കമ്പനി എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കളെ കണ്ടു വിശ്വസിക്കണം. നമ്മൾ മുമ്പ് ഈ ഒരു 10 മാസത്തിന് മുമ്പ് മാർക്കറ്റിംഗ് പ്ലാൻ ചേഞ്ച് ആയി അല്ലെ? നമ്മളുടെ
മാർക്കറ്റിംഗ് പ്ലാൻ ചേഞ്ച് ആയ സമയത്ത് ഷോപ്പിൽ നിൽക്കുന്നതുകൊണ്ട് ഒട്ടനവധി ടീമിലുള്ള ആൾക്കാരുമായി പരിചയം ഉണ്ടാവും. അവരൊക്കെ വിളിച്ചു, ശരൺ ഇതെന്ത് പറ്റി 10% നിന്ന് 32% വരെ കമ്മീഷൻ സ്ലാബ് ഉണ്ടായിരുന്നത് എന്തുകൊണ്ട് ഇത്രയും പെട്ടെന്ന് കുറഞ്ഞു? അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ അവർ പറഞ്ഞു. ഇത് കമ്പനി പൊളിയാണോ, അതുകൊണ്ടാണോ ഇത്രയും കമ്മിയാക്കിയത്? ഇത് തുടക്കത്തിൽ എല്ലാവരും ചെയ്യുന്ന രീതിയിൽ തന്നെയാണ്, പിന്നീട് അത് കുറച്ചു. അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ പറഞ്ഞു. എന്നാൽ നമുക്കറിയാം, നമ്മൾ RCM സീരിയസ് ആയി ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, RCM ഒരിക്കലും നമ്മളെ ദോഷമാവുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്യില്ല എന്നുള്ളത്. അതിന്റെ ഉദാഹരണമായ മാർക്കറ്റിംഗ് പ്ലാൻ ശരിക്കും നമ്മള് പുതുതായി വന്ന മാർക്കറ്റിംഗ് പ്ലാൻ പഠിച്ച സമയത്ത് എന്താണ്, പുതുതായിട്ട് നമുക്ക് കമ്പനിയുടെ ഗ്രോത്ത് ബോണസ് കിട്ടുന്നു അല്ലെ. നമുക്ക് ഓരോ വ്യക്തിക്കും ഓപ്പണർ എന്ന് പറയുന്ന പിൻ ലെവലുകൾ അച്ചീവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പണർ ലെവൽ മുതൽ ഗ്രോത്ത് ബോണസ് കിട്ടുന്നു. അതുപോലെ തന്നെ കൺസിസ്റ്റൻസി, ഫ്രീ പ്രൊഡക്റ്റുകൾ നമുക്ക് നിരന്തരമായിട്ട് ഓഫറിൽ, മാർക്കറ്റിംഗ് പ്ലാനിൽ ഫ്രീ പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യുകയും കൂടി ചെയ്യുന്നു. ആ സമയത്ത് നമുക്ക് അറിയാം, ഒരു ഓപ്പണറിന്റെ മെയ് മാസത്തിൽ വന്ന ഇൻസെന്റീവ് എന്ന് പറയുന്നത് ഏകദേശം 390 രൂപയാണ്. അത് ഇപ്പൊ 1600 രൂപയോളം എത്തി. അപ്പൊ നമ്മൾക്കറിയാം നമ്മളുടെ കമ്പനിയുടെ വളർച്ച എത്രത്തോളം ആണ് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം ചിന്തിക്കണം. കാരണം നമ്മളുടെ കമ്പനി തകർന്നുകൊണ്ടിരിക്കുകയാണോ വളർന്നുകൊണ്ടിരിക്കുകയോ എന്നുള്ളത് ഈ ഒരു ഗ്രോത്ത് ബോണസ് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ കമ്പനിയിൽ വേറൊരു പ്രധാനപ്പെട്ട കമ്പനി നമുക്ക് വേണ്ടി ചെയ്യുന്നത്, ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് കൂടുകയാണ് വെക്കുക. അത് പരമാവധി ഹോൾഡ് ചെയ്തുകൊണ്ട് കമ്പനിക്ക് പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രമേ ആ ഒരു പ്രൊഡക്റ്റ് റേറ്റ് കൂട്ടുകയുള്ളൂ. ഇപ്പൊ നമുക്ക് ഓയിലിന്റെ കേസിലൊക്കെ അറിയാം, 213 വരെ ഓയിലിന്റെ റേറ്റ് എത്തിയ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ അതിനേക്കാളും വേഗത്തിൽ ഇപ്പോ 163 രൂപയിലോട്ട് എത്തി ഓയിലിന്റെ. അതുപോലെ തന്നെ നമുക്ക് ചില്ലി പൗഡർ ആദ്യം 107 രൂപയായിരുന്നു, ഇപ്പൊ 100 രൂപയാക്കി കുറച്ച്. ഈ മാസം മുതൽ അത് 90 രൂപയായി 200 ഗ്രാം ചില്ലി പൗഡറിന്. അതുപോലെ തന്നെ നമ്മുടെ അർഹർദാള് മുമ്പ് 107 ആയിരുന്നു, പിന്നെ അത് 101 ഇന്ന് 97 രൂപയാക്കി മാറ്റി. കമ്പനി ഏത് മാർക്കറ്റും, ട്രഡീഷണൽ മാർക്കറ്റിലായിക്കോട്ടെ, ഒരു പ്രൊഡക്റ്റിന്റെ റേറ്റ് കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും താഴില്ല. എന്നാൽ നമ്മളുടെ കമ്പനി എങ്ങനെയാണ്, ഒരു പ്രൊഡക്റ്റിന് റേറ്റ് കൂടാതിരിക്കാനായി പരമാവധി ശ്രമിക്കുകയും അതിന് തീരെ പറ്റാത്ത സിറ്റുവേഷനിലാണ് കൂട്ടുക. എന്നാൽ കുറയ്ക്കുന്നത് അതിനേക്കാളും വേഗത്തിൽ കമ്പനി പ്രൊഡക്റ്റുകളുടെ റേറ്റ് കുറച്ച് വരുന്നു. അതുകൊണ്ട് തന്നെ 100% നമ്മൾ നമ്മളുടെ കമ്പനിയിൽ വിശ്വസിക്കണം. കമ്പനി ഒരിക്കലും നമ്മളുടെ തെറ്റായിട്ടുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യില്ല. എന്താണ്, നമ്മൾ രാജസ്ഥാൻ പോകുന്ന സമയത്ത് കമ്പനിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, മേ മാലിക്കും എന്നാണ്. നമ്മളാണ് ഉടമസ്ഥത. നമ്മൾക്ക് ഉടമസ്ഥതയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദോഷമുള്ളത് ചെയ്താൽ കമ്പനി പൊളിയും. ഒരിക്കലും അത് കാരണം കമ്പനി നമുക്ക് ദോഷമായിട്ടുള്ളത് ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസം ആദ്യം തന്നെ നമുക്ക് വേണം. അതുപോലെ തന്നെ ബിലീവ് ഇൻ ഗോഡ്. നമ്മളൊരു പ്രപഞ്ച ശക്തി, ഇതിലിരിക്കുന്ന ആൾക്കാർക്ക് ഓരോരുത്തർക്കും ഓരോ വിശ്വാസം ഉണ്ടെങ്കിൽ ഏത് ആയിക്കോട്ടെ, ഒരു പ്രപഞ്ച ശക്തി എന്നുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ വിശ്വസിക്കണം. കാരണം നമ്മൾ RCM എന്ന് പറയുന്ന ഈ സിസ്റ്റത്തിലോട്ട് വരുന്നു. അതിനുശേഷം നമ്മള് RCM നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നമ്മൾ RCM പറയാനായിട്ട് പോകുന്നത് ആദ്യം എവിടേക്കാണ്, നമ്മളുടെ റിലേറ്റീവ്സിന്റെ അടുത്തും ഫ്രണ്ട്സിന്റെ അടുത്തും, നമുക്ക് ഇന്റിമേറ്റ് ആയിട്ട് പരിചയമുള്ള അത്രയും അടുപ്പമുള്ള ആൾക്കാരുമായിട്ടായിരിക്കും നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് അവര് കുറെ നെഗറ്റീവ്സുകൾ പറയും. നിനക്ക് RCMൽ വിജയിക്കാൻ പറ്റുമോ, നിനക്ക് ഇതിലൂടെ കാർ വാങ്ങിക്കാൻ പറ്റുമോ, നിനക്ക് ഇതൊന്നും നേടിയെടുക്കാൻ, എന്തൊക്കെ തട്ടിപ്പാണെന്ന് നിനക്ക് അറിയില്ല, നീയും പോയി ഇതിൽ പെട്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മളുടെ അടുത്ത് ചോദിക്കും അല്ലെ. നമ്മൾ ഇതിലിരിക്കുന്ന കുറെ പേര് ഇതില് ഈ ഒരു ഇത് നേരിട്ടിട്ടുണ്ടാവും. അവർക്കെല്ലാം അതിനൊന്നും നമ്മൾ തുടക്കത്തിലുള്ള ഒരു റീപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്തെന്നാൽ നമ്മള് തുടക്കത്തില് ഈ പറയുന്ന നെഗറ്റീവ്സിന് റീപ്ലൈ കൊടുക്കാൻ നിൽക്കുകയല്ല. നമ്മളുടെ വിജയത്തിലൂടെയാണ് നമ്മളുടെ ആ നെഗറ്റീവ്സുകളുടെ എല്ലാം ഒരു പടികളാക്കി, നെഗറ്റീവ്സിനെയൊക്കെ ഒരു സ്റ്റെപ്പ് ആക്കി നമ്മളുടെ വിജയത്തിലേക്ക് കയറാനുള്ള ഒരു സ്റ്റെപ്പ് ആക്കാനുള്ള ഒരു ഇതിലോട്ട് നമ്മള് പോവുക. അതിനോടൊപ്പം തന്നെ ആ ഒരു വിജയം നമ്മളുടെ വിജയമായിരിക്കും അവർക്കുള്ള ഒരു മറുപടി ആയിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു തുടക്കത്തിൽ ഉണ്ടാവുന്ന നെഗറ്റീവ്സ് ഒന്നും നമ്മൾ കാര്യമാക്കേണ്ടതില്ല. അതിനെല്ലാം ദൈവം തന്നെ നമ്മളുടെ വിജയത്തിലൂടെ അവർക്ക് ഒരു മറുപടി ആയിട്ട് കൊടുക്കും. അതുപോലെ തന്നെ ഇത് ഒരു RCM എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാം, ഇത് നെക്സ്റ്റ് ജനറേഷന് കൊടുക്കേണ്ട ബിസിനസ് ആണ്. ഇപ്പൊ നമ്മളുടെ അർജുൻ സാർ ആയിക്കോട്ടെ, നമ്മളുടെ അതുപോലെ തന്നെ ഇപ്പൊ ഒട്ടനവധി ലീഡേഴ്സ് നമ്മളുടെ നെക്സ്റ്റ് ജനറേഷന് ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഈ ഒരു ബിസിനസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോ ഈ ഒരു നെക്സ്റ്റ് ജനറേഷന് ടേൺ ചെയ്യേണ്ട ഒരു ബിസിനസ് ആവുന്ന സമയത്ത് അത് വളരാനായിട്ട് കുറച്ച് സമയം എടുക്കും അല്ലെ.
ഒരു RCM ബിസിനസ്സിൽ നമ്മൾ 3 വർഷം കൃത്യമായിട്ട് കൊടുക്കണം. RCM ബിസിനസ് വളരാനായിട്ട് നമ്മൾ 3 വർഷം കൃത്യമായി കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു നെക്സ്റ്റ് അടുത്ത തലമുറയ്ക്ക് കൂടി അത് ഷെയർ ചെയ്ത് കിട്ടുകയുള്ളൂ, അത് എൻജോയ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് നമ്മളുടെ ഇവിടെ പാലക്കാടൊക്കെ ഏറ്റവും കൂടുതൽ ഉള്ളത് നെല്ലാണ്. നെല്ല് വിതയ്ക്കുന്നു, അത് കൊയ്തെടുക്കാനായിട്ട് ഏകദേശം 6 മാസത്തെ സമയമാണ് വരുന്നത്. 6-5 മാസം കൊണ്ട് തന്നെ നെല്ല് നമുക്ക് കിട്ടുന്നു. പക്ഷെ അത് നമുക്ക് ഒരിക്കലും ലൈഫ് ടൈം കിട്ടില്ല, അല്ലെ? ലൈഫ് ടൈം ആയിട്ട് നമുക്ക് അതിന്റെ ഇൻകം, നമുക്ക് ആ നെല്ല് കൊയ്തെടുക്കുന്നു, അത് വിൽക്കുന്നു, ആ ഒരു ക്യാഷ് കിട്ടുന്നു. അല്ലാതെ നമുക്ക് ലൈഫ് ടൈം ആയിട്ട് ഒരു ഇൻകം കിട്ടില്ല. എന്നാൽ നമ്മളൊരു ഒരു 4 വർഷ സമയം എടുത്ത് ഒരു മാവ് നമ്മൾ വെക്കുകയാണെന്ന് വിചാരിക്കുക. 4 വർഷത്തിന് ശേഷം അത് കായ്ക്കുന്നു. 200 വർഷങ്ങൾക്ക് അപ്പുറവും അത് നമുക്ക് അതിന്റെ സോഴ്സ് തന്നുകൊണ്ടിരിക്കും. അതുപോലെയാണ് നമ്മളുടെ സിസ്റ്റത്തില് നമ്മൾ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് 3 വർഷം കൊടുക്കുക. 3 വർഷം കൊണ്ട് നമ്മളുടെ അടുത്ത 200 തലമുറകൾക്ക് കഴിയാനുള്ള ഒരു സിസ്റ്റം നമുക്ക് ഇതിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു അവസരം ഇതിലുണ്ട്. നമുക്ക് ഒരു T20 മാച്ചോ 1 ഡേ മാച്ചോ ഒന്നും അല്ല. ഇതൊരു ടെസ്റ്റ് മാച്ച് പോലെയാണ്. ഇത് കുറച്ച് ദൈർഘ്യമേറിയതാണ്, കുറച്ച് ഡ്യൂറേഷൻ കൂടുതലുള്ളതാണ്. അതിന് അതിൻ്റെതായിട്ടുള്ള സമയം കൊടുക്കുക. നെഗറ്റീവ്സുകളൊന്നും നമ്മൾ ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ ആണ് ഋഷഭ് പന്ത് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഒരു ക്യാച്ച് എടുക്കുന്ന വീഡിയോ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് നേരിട്ട് വന്ന കമന്റ് എന്തൊക്കെയാ? നീ ഒരിക്കലും ധോണി ആവില്ല, നിന്നെ കൊണ്ട് ഒരിക്കലും ധോണി ആവാൻ പറ്റില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല അദ്ദേഹം ധോണിയാണ് എന്നുള്ള കാര്യം. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഋഷഭ് പന്ത് ആവാനാണ് കളിക്കുന്നത്, അല്ലാതെ ധോണി ആവാനല്ല. അതുപോലെ തന്നെയാണ് നല്ല രീതിയിൽ നമ്മൾ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങുമ്പോൾ നെഗറ്റീവ്സ് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വിജയത്തിന്റെ പാതയിലാണ് എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കാം. ട്രോളുകൾ നമുക്ക് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വിജയത്തിന്റെ പാതയിലോട്ടാണ് എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തുക. അപ്പൊ RCMന് കൃത്യം നമ്മൾ ഒരു 3 വർഷം കൊടുക്കണം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് 3 വർഷം കൊടുക്കുക. ആ കൊടുക്കുന്നതിലൂടെ നമുക്ക് ഒരു നല്ല രീതിയിലുള്ള വരുമാനം നേടിയെടുത്തുകൊണ്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ബിലീവ് ഇൻ ഗോഡ്, നമ്മളുടെ ഗോഡിൽ നമ്മൾ വിശ്വസിക്കുക. പ്രപഞ്ച ശക്തി എന്നുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ വിശ്വസിക്കുക. അടുത്തൊരു പോയിന്റ് ആണ് ബി എ വിഷണറി ലീഡർ. നമ്മളൊരു വിഷണറി ലീഡറായി മാറണം എന്നുള്ളതാണ്. ഡു ഓർ ഡൈ ബിസിനസ് ആണ് RCM. ഒന്നുമില്ല, ചെയ്യുക, അല്ലാതെ വേറെ ഓപ്ഷൻ ദർ ഇസ് എ നോ പ്ലാൻ ബി. നമുക്ക് അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇവിടെ വേറെ ജോലി ചെയ്യുന്നത് കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊന്നുമില്ല. പ്ലാൻ ബി എ ഇല്ല. RCMൽ ചെയ്യുക എന്നുള്ള പ്ലാൻ എ മാത്രമേ ഉള്ളൂ. നമുക്ക് പ്ലാൻ ബി എന്ന് പറയുന്നത് RCMൽ ഇല്ല. RCMൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല കാരണം എനിക്ക് ജോലി തിരക്കാണ്, അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും ഇല്ല. RCMൽ പ്ലാൻ ബി എന്നില്ല. RCMൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ RCM പ്ലാൻ എ മാത്രമേ ഉള്ളൂ. RCM ചെയ്യാതിരിക്കാനായിട്ട് ഒരു റീസണും വേറെ നമുക്ക് കാണുന്നില്ല. അത് RCM വിഷണറി ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം 2010 RCMല് വരുന്ന സമയത്ത് RCM പറയുന്നത് 2015 RCM ഇന്നവിടെ എത്തും, 2015 ആവുമ്പോൾ 2020 ഇവിടെ എത്തും, 20 ആവുമ്പോൾ 2025 RCMൽ വരുന്ന ചേഞ്ചസ് ഇതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് RCMന് വിഷൻ ഉണ്ടായിരുന്നു. നമുക്ക് അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആയിരുന്നു നമ്മുടെ ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് ജിയോ എന്ന് പറയുന്ന ഫോണിന്റെ അംബാനി ഒരു കുഴി കുഴിച്ച് ഈ ഒരു രീതിയിലൂടെ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് കോടികൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായി വന്നിട്ടുണ്ടാകും. അപ്പൊ അദ്ദേഹം ആദ്യം ചിന്തിച്ചിട്ടുണ്ടാവും, ഇത് ഇത്രയും കോടി തുടക്കത്തിന് ഇൻവെസ്റ്റ് ചെയ്യണമല്ലോ, ഇത് ലാഭത്തിലായിരിക്കും നഷ്ടത്തിലായിരിക്കും എന്നുള്ള അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവും? ഒരിക്കലും ഇല്ല. അദ്ദേഹം എന്താ ചിന്തിക്കുന്നത്? 3 വർഷത്തിന് ശേഷം എനിക്ക് എത്ര കിട്ടും, 5 വർഷത്തിന് ശേഷം എനിക്ക് എത്ര കിട്ടും, 50 വർഷത്തിന് ശേഷം എനിക്ക് ഇതിൽ നിന്ന് എത്ര ലാഭം കിട്ടും എന്നതായിരിക്കും ഒരു വിഷണറി ലീഡർ കാണുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷണറി ലീഡർ ആയിട്ടുള്ള നമ്മുടെ എല്ലാം MD ആയിട്ടുള്ള TCG ആണ്. അദ്ദേഹത്തിന് ഇന്ന് തന്നെ അറിയാം 2050 RCM എവിടെ നിൽക്കും എന്നുള്ളൊരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ 2050 RCM എങ്ങനെയായിരിക്കണം, RCMന്റെ സിസ്റ്റം എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ട്. ഇപ്പോ ഈ പറഞ്ഞ എല്ലാവരും ഡയറക്ട് സെല്ലിംഗ് പറയുന്ന ഇൻഡസ്ട്രിയില് എല്ലാവരും ഒറ്റുനോക്കുകയാണ്. കാരണം നമ്മളുടെ എല്ലാവർക്കും അറിയാം, ഗോപകുമാർ സാറിന്റെ ഒരു വീഡിയോ, അത് പല ഗ്രൂപ്പുകളിലായി ഇപ്പോഴും ഷെയർ ചെയ്ത് നടക്കുന്ന ഒരു വീഡിയോ ആണ്. നമ്മളുടെ RCM ഇപ്പോ ഒരു 24 വർഷത്തെ ജേണി കഴിഞ്ഞു. ഇനി വേറൊരു പുതുതായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ്, ഒരു അംബാനി ആയിക്കോട്ടെ, ടാറ്റ ആയിക്കോട്ടെ, ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും അവർക്ക് 20 വർഷം ആവണം ഒരു വൃക്ഷമായി മാറാൻ. അപ്പോഴേക്കും RCM പടുവൃക്ഷമാക്കി അതിൽ നിന്ന് കുറെ
ചില്ലകൾ പടർന്ന് പന്തലിച്ച ഒരു ആർക്കും അടുക്കാൻ പറ്റാത്ത അത്രയും നമ്മൾ വളർന്നു മാറുന്നുള്ള ഗോപകുമാർ സാറിന്റെ ഒരു വീഡിയോ നമ്മൾ അത് കൃത്യമായി മനസ്സിലാക്കണം. നമ്മള് 2000-ല് ഇപ്പോ 2000-ൽ അദ്ദേഹം കണ്ട വിഷനാണ് നമ്മൾ 2024-ല് മുമ്പോട്ട് പോകുന്നത്. മൂർത്തി സാറും അതുപോലെ തന്നെ സുജിത് സാറും ചെയ്ത എഫേർട്ട് ഒന്നും ഇപ്പൊ നമുക്കില്ല. നമുക്കൊരു വിഷനറി ലീഡറാണ് അദ്ദേഹം. 2000-ൽ തന്നെ RCMന്റെ വിഷൻ മനസ്സിലാക്കി. അതിനുശേഷമാണ് നമ്മളുടെ APJ അബ്ദുൽ കലാം പറഞ്ഞൊരു വേർഡ് എല്ലാവരും 21st സെഞ്ചുറി ബിസിനസ് ആണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ളത്. അതിനു മുമ്പ് തന്നെ നമ്മളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള TCG ആ വിഷൻ കണ്ട് അതിനു മുമ്പ് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് അതിനു വേണ്ടിയിട്ട് തന്നെ അത് പ്രവർത്തിച്ചു. അതുകൊണ്ട് തന്നെ ഒരു വിഷണറി ലീഡറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മളും ഒരു വിഷണറി ആയിരിക്കണം. എങ്ങനെയാണ് നമ്മൾ 2025 ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് പിന്നിലായിരിക്കണം അലങ്കരിക്കേണ്ടത്. അതുപോലെ തന്നെ 2025-ല് നമ്മൾ ഈ പിന്ന് അലങ്കരിക്കുമ്പോൾ നമ്മളുടെ കൂടെ വന്നിട്ടുള്ള എത്ര പേരെ ഇന്ന പിന്നുകളിലോട്ട് എത്തിച്ചാൽ മാത്രമാണ് നമുക്ക് ആ ഒരു പിന്നിലോട്ട് എത്താൻ കഴിയുന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള ധാരണ നമുക്ക് വേണം. നമ്മളിപ്പോ ഒരു ടെക്നിക്കൽ അച്ചീവർ ആവണം എന്നുണ്ടെങ്കിൽ അതിന് എന്റെ ടീമിൽ എത്ര സ്റ്റാർ വേണം, എത്ര ഗോൾഡ് വരണം എന്നുള്ള ബോധം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു നല്ലൊരു വിഷണറി ലീഡർ ആവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു വിഷണറി ലീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു മുൻപ് ഒരു 5 വർഷം കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കണം എന്നുള്ള കാര്യം നമ്മൾ ഇന്ന് തന്നെ അത് വിഷണറി ലീഡറിന്റെ ഒരു ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. അത്തരത്തിലുള്ള ഒരു വിഷണറി ലീഡറാണ് നമ്മളുടെ TCG. അടുത്തത് അവർ മന്ത്ര. നമ്മളുടെ മന്ത്ര എന്താണ്? നോ ഷോർട്ട് കട്ട് ടു സക്സസ്, ദർ ഇസ് എ സിസ്റ്റം ടു സക്സസ്. നമ്മൾക്ക് ഷോർട്ട് കട്ടുകളൊന്നുമില്ല. വിജയിക്കാനായിട്ട് പ്രത്യേകിച്ച് ഷോർട്ട് കട്ട് എളുപ്പ വഴികളൊന്നുമില്ല. അതിനൊരു സിസ്റ്റം ഉണ്ട്. ഇപ്പോ നമുക്കൊരു 4 മണിക്കൂർ കൊണ്ട് മുമ്പേ എത്തണം എന്നുണ്ടെങ്കിൽ അതിനൊരു സിസ്റ്റം ഉണ്ട്. എയറോപ്ലെയിൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതിൽ നമ്മൾ കയറിയിരുന്നാൽ മതി. നമ്മൾ ഒരു 100 കിലോമീറ്റർ സ്പീഡ് അവറിൽ പോകണം എന്നുണ്ടെങ്കിൽ അതിനൊരു സിസ്റ്റം ഉണ്ട്. ഏത് സിസ്റ്റമാണ്? ട്രെയിൻ. നമ്മൾ ആ ട്രെയിനിൽ കയറിയിരിക്കുക. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് 100 കിലോമീറ്റർ സ്പീഡിൽ പോകണം. നമ്മളൊരു കാളവണ്ടി എടുത്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിലോ എന്ത് സംഭവിക്കും? അത് ഷോർട്ട് കട്ടാണ്. അത് ഒരിക്കലും സക്സസിലോട്ട് എത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സക്സസ് അനിവാര്യമാണ്. ഈ നമ്മളുടെ സിസ്റ്റം എന്ന് പറയുന്നത് പ്രൂവൺ ആയിട്ടുള്ള സിസ്റ്റമാണ്. ഇതിൽ വിജയിച്ചിട്ടുള്ള ആൾക്കാർ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട്. നമ്മളുടെ മൂർത്തി സാർ ആയിക്കോട്ടെ, ഗോപകുമാർ സാർ ആയിക്കോട്ടെ, സുജിത് സാർ ആയിക്കോട്ടെ, ഹേമന്ത് സാർ ആയിക്കോട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഫാമിലിയിലുള്ള ഒരു ബ്രദർ സ്റ്റാർ ഗോൾഡ് അച്ചീവർ ആണ്, വേറൊരു ബ്രദർ സ്റ്റാർ ഗോൾഡ് അച്ചീവർ ആണ്, വേറൊരു ബ്രദർ സ്റ്റാർ അച്ചീവർ ആണ്. RCMൽ വിജയിച്ചിട്ടുള്ള ആൾക്കാർ എന്റെ ഫാമിലി തന്നെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സിസ്റ്റം പ്രൂവൺ ആണ്, വിജയിച്ചിട്ടുള്ള സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ വിശ്വസിക്കുക, അതിൽ കയറി നിൽക്കുക. മുമ്പുള്ള അത്രയും കഷ്ടം ഇന്ന് RCMൽ ഇല്ല. കാരണം ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റികളായി, ഇഷ്ടം പോലെ ഷോപ്പുകളായി, നമുക്ക് പ്രൊഡക്റ്റിന്റെ ലഭ്യത ഇഷ്ടം പോലെ ആയി. മുമ്പൊക്കെ സുജിത് സാർ സ്റ്റോറി പറയുമ്പോൾ അറിയാം, ഒരു സോപ്പ് നമുക്ക് മണത്ത് നോക്കാൻ കിട്ടുന്ന രീതിയിൽ ഉപയോഗിക്കരുത്, കാണിച്ചു കൊടുക്കുക, ഷോക്കേസിൽ വെക്കുക. അങ്ങനെയാണോ ഇപ്പൊ നമുക്ക് 1000 സോപ്പ് വേണം, അത് ഡിപ്പോയിൽ അവൈലബിൾ ആണ്. മുമ്പ് അവർ അനുഭവിച്ചിരുന്ന അത്രയും കഷ്ടം ഇന്നില്ല. അവർ മുമ്പ് സക്സസ് ആവാൻ എടുത്ത സമയം പോലും നമുക്ക് ഇന്ന് ആവശ്യമായിട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സിസ്റ്റം നമ്മൾ ഫോക്കസ് ചെയ്യുക. അതുപോലെ ചാലഞ്ച്, നമുക്ക് നമ്മുടെ ലൈഫിൽ ചാലഞ്ച് വരുന്നത് ഒരു പ്രോബ്ലംസ് ആക്കി മാറ്റിയല്ല. അത് പറയുന്നത് നമ്മുടെ പാർട്ട് ഓഫ് ലൈഫാണ്, നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ചാലഞ്ചസ് എന്ന് പറയുന്നത്. അത് ഒരു പാർട്ട്, നമ്മളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അല്ലാതെ അതിനെ ഒരു വലിയ പ്രോബ്ലം ആക്കി നമ്മൾ ഒരിക്കലും കാണരുത്. അതുപോലെ തന്നെ ഓവർകം ഇസ് ആർട്ട് ഓഫ് ലൈഫ്. നമ്മളുടെ ഓവർകം, അതിനെ അതിജീവിക്കുന്നത്, നമ്മൾ എങ്ങനെ നമുക്ക് വരുന്ന പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിനെയാണ് നമ്മൾ ആർട്ട് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഇപ്പോ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു യൂത്തിന്റെ പ്രശ്നം പറഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. അവർക്ക് ഇന്ന് ഒരു കാര്യം, ഇന്ന് എടുക്കുന്ന ഒരു തീരുമാനത്തിന് നാളെ റിസൾട്ട് വേണം എന്നുള്ള രീതിയിലാണ്. അതായത് നമ്മളുടെ ഇന്നത്തെ യൂത്തിന് ഒരുപാട് കഴിവുകളുണ്ട്, പക്ഷെ അവർക്ക് ക്ഷമയില്ല. കാരണം അവർക്ക് ഇന്ന് എടുക്കുന്ന തീരുമാനത്തിന് നാളെ റിസൾട്ട് വേണം എന്നുള്ളതാണ് ഭൂരിഭാഗം യൂത്തിന്റെയും മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ആയിരിക്കില്ല. ഒരു യൂത്ത് ഒരു ആക്ടിങ്ങിന് വന്നു, അവര് ഇന്ന് ആക്ടിങ്ങിന് വന്നിട്ട് നാളെ മോഹൻലാൽ ആവണം പറഞ്ഞാൽ നടക്കുമോ? ഒരിക്കലും നടക്കില്ല. കാരണം മോഹൻലാലിന് എത്ര വർഷത്തെ പ്രയാണം, ഇന്നത്തെ മോഹൻലാൽ ആവാനായിട്ട് എത്ര വർഷത്തെ പ്രയാണം ആവശ്യമാണെന്നുള്ളത് മോഹൻലാലിന് അറിയാം. അദ്ദേഹം തുടക്കം മുതൽ ചെറിയ റോളുകൾ അഭിനയിച്ച ശേഷമാണ് ഈ കാണുന്ന മോഹൻലാൽ എന്ന് പറയുന്ന ഈ ഒരു വലിയൊരു ആളിലോട്ട് എത്താനായി സാധിച്ചു. അതുപോലെ തന്നെ സച്ചിൻ ടെണ്ടുൽക്കർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഓരോ വ്യക്തികളും അവരുടെ
ആ സിസ്റ്റം നമ്മളൊരു ചാലഞ്ചസ് വരുന്ന സമയത്ത് അത് അതിജീവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം. അതുപോലെ തന്നെ ചാലഞ്ചസ് വന്ന സമയത്ത് നമുക്ക് അതിലൊരു ലെസൺ ഉണ്ടാവും, നമുക്കത് പഠിക്കാനായിട്ട് ഒരു കാര്യം ഉണ്ടാവും, എന്തുകൊണ്ടാണ് അത് വന്നത്, അതിനൊരു റീസണും ഉണ്ടാവും. ഒരു കാര്യം നമുക്ക് അതിൽ ഈ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് പഠിക്കാനുണ്ടാവും, അതിന് പുറമെ അതിനൊരു വരാനായിട്ടുള്ള ഒരു റീസണും ഉണ്ടാവും. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. യൂത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. തുടക്കത്തില് അവർക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടാവും, അവർക്ക് അതിനുള്ള ഇൻകം ഉണ്ടാവില്ല. യങ്സ്റ്റേഴ്സിനായിക്കോട്ടെ, ഇപ്പോൾ തുടക്കത്തിൽ ഒരു പെട്ടെന്നുള്ള ഒരു ഇൻകം അവർക്കില്ലാത്തത് കൊണ്ട് തന്നെ ഫാമിലിന് അധികം സപ്പോർട്ട് ഉണ്ടാവില്ല, തുടക്കം എടുത്തുചാട്ടുണ്ടാവും. അതുപോലെ ആയിരിക്കരുത്. നമ്മള് RCMൽ ഒരു 3 വർഷം കൊടുക്കുക എന്ന് പറഞ്ഞാൽ 3 വർഷം കൊടുക്കണം. കാരണം നമുക്കറിയാം, നമ്മളുടെ ബാഹുബലി എന്ന് പറയുന്ന സിനിമ ഫസ്റ്റ് പാർട്ടിന് ശേഷം സെക്കൻഡ് പാർട്ട് എടുക്കാൻ 3 വർഷം എടുത്തു. നമ്മളെല്ലാവരും ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തു. കട്ടപ്പ എന്തിന് ബാഹുബലിയെ കൊന്നു എന്നുള്ള കാര്യത്തിന് വേണ്ടി നമ്മൾ 3 വർഷം വെയിറ്റ് ചെയ്ത് 3 മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമ നമ്മൾ കാണാൻ വെയിറ്റ് ചെയ്ത ആൾക്കാരാണ്. ആ 3 വർഷം നമ്മളിപ്പോ കട്ടപ്പ എന്തിന് ബാഹുബലിയെ കൊന്നു എന്ന് അറിഞ്ഞതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പക്ഷെ ആ 3 വർഷം RCMന് വേണ്ടി കൊടുത്തു എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു നമുക്കൊരു അച്ചീവ്മെന്റ് ഈ RCMലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്നുള്ളതാണ്. 3 വർഷം കൃത്യമായി കൊടുക്കുക. 3 മണിക്കൂർ ഓടുന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മൾ 3 വർഷം വെയിറ്റ് ചെയ്ത ആൾക്കാരുണ്ട്. അത് അത്രയ്ക്കൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ വെയിറ്റ് ചെയ്തത് നമ്മൾ RCMന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്താണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഇരിക്കുന്ന ഓരോ ആൾക്കാരും ഒരു മിനിമം ഒരു റോയൽറ്റി സ്റ്റേജ് എങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പാണ്. അടുത്തത് കമ്പീറ്റ് വിത്ത് യുവർ സെൽഫ്. നമ്മളുമായിട്ടാണ് കമ്പീറ്റ് ചെയ്യുന്നത്. കമ്പീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുമായിട്ടാണ് മത്സരിക്കുന്നത്. ടു ബി എ ചാമ്പ്യൻ, നമ്മളൊരു ചാമ്പ്യൻ ആവണം. ഒരു റണ്ണിങ് റേസിൽ നമുക്കൊരു ചാമ്പ്യൻ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു റണ്ണിങ് റേസിൽ മത്സരിക്കണം. ടു ബി എ ഗ്രേറ്റ് ചാമ്പ്യൻ, നമുക്ക് ഒരു നല്ലൊരു ചാമ്പ്യൻ, ഏറ്റവും ബെസ്റ്റ് ഒരു ചാമ്പ്യൻ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു ഈ റണ്ണിങ്ങിൽ ഏറ്റവും അധികം നന്നായി ഓടുന്ന ആളിനുമായിട്ട് വേണം നമ്മൾ മത്സരിക്കാൻ. അല്ലാതെ നമ്മളൊരു ഗ്രേറ്റ് ചാമ്പ്യൻ ആവണം പറഞ്ഞിട്ട് ഏറ്റവും നന്നായിട്ട് ഓടാത്ത ഒരാളായിട്ടാണ് മത്സരിക്കുക? അല്ല, ഒരിക്കലും നമ്മൾ അങ്ങനെ മത്സരിക്കാറില്ല. ഒരു റണ്ണിങ് റേസിൽ നമുക്ക് ഏറ്റവും ടോപ്പർ ആവണം എന്നുണ്ടെങ്കിൽ അതിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ചാമ്പ്യനുമായിട്ടായിരിക്കും അല്ലേ നമ്മൾ മത്സരിക്കുക. അതുപോലെ തന്നെ നമുക്കൊരു ടു ബി എ ഗ്രേറ്റസ്റ്റ് ചാമ്പ്യൻ ആവണം. നമ്മളൊരു ഗ്രേറ്റ് ചാമ്പ്യൻ ആയി, നമുക്കൊരു ഗ്രേറ്റസ്റ്റ് ചാമ്പ്യൻ ആവണം എന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് തന്നെ മത്സരിക്കണം. കാരണം എന്താണ്? കാരണം ഇനി നമ്മളെ ഗ്രേറ്റ് ചാമ്പ്യനെയൊക്കെ പിന്നിലാക്കി. ഇനി നമ്മളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോ 1 കിലോമീറ്റർ 1 മിനിറ്റ് കൊണ്ട് ഓടി എത്തി എന്നുള്ളതെന്നുണ്ടെങ്കിൽ അത് 50 സെക്കൻഡ് കൊണ്ട് എങ്ങനെ ഓടി എത്താൻ എന്നുള്ളതായിരിക്കും അടുത്ത നമ്മളുടെ ഒരു എതിരാളി. നമ്മൾ അതിനു വേണ്ടിയിട്ടായിരിക്കും മത്സരിക്കുക അല്ലെ. ഇപ്പൊ ഒരു ക്ലാസ്സിൽ ഏറ്റവും ടോപ്പർ ആയിട്ടുള്ള വ്യക്തി താഴെ തട്ടിലുള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കും മത്സരിക്കുക. ആ കുട്ടി ഇന്ന് എനിക്ക് മാത്സിൽ 94 മാർക്ക് കിട്ടി, എനിക്ക് ഇനി അടുത്ത ഒരു ടെസ്റ്റ് വരുന്ന സമയത്ത് എനിക്ക് മാത്സിൽ 94-ൽ നിന്ന് 98 മാർക്ക് വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ കുട്ടി അവരുമായിട്ട് തന്നെയാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മള് ഒരു ഗ്രേറ്റസ്റ്റ് ചാമ്പ്യൻ ആവണം എന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് തന്നെ നമ്മൾ മത്സരിക്കണം. RCM ഫൈറ്റ് വിത്ത് യെസ്റ്റർഡേ RCM എപ്പോഴും മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെയുള്ള RCM ആയിട്ടാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം RCM ഇസ് നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഇൻ വേൾഡ്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള പ്രൊഡക്റ്റുകളാണ്, നമ്പർ 1 ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റ് ആണ്, മാർക്കറ്റിംഗ് പ്ലാൻ ആണ്. ആർക്ക് വേണമെങ്കിലും വിജയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മാർക്കറ്റിംഗ് പ്ലാൻ ആണ് നമുക്ക് കമ്പനി തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും RCM അതുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്നത് ഇന്നലെയിലുള്ള RCM ആണ്. ഇന്നലെ RCMൽ പെയിന്റ് ഇല്ലായിരുന്നു, ഇന്ന് പെയിന്റ് വന്നു. ഇന്നലെ RCMൽ ഹൽവ ഉണ്ടായിരുന്നില്ല, ഇന്ന് ഹൽവ വന്നു. ഇന്നലെ കോക്കനട്ട് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നില്ല, ഇന്ന് കോക്കനട്ട് ബിസ്ക്കറ്റ് വന്നു. RCM മത്സരിക്കുന്ന ഇന്നലകളിലുള്ള RCMൽ നിന്ന് ഇന്ന് ഉള്ള RCMിലേക്കാണ്. കാരണം RCMന് നമ്പർ 1 ആയിരിക്കുന്നതുകൊണ്ട് RCM മത്സരിക്കുന്നത് RCM ആയിട്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ RCM മത്സരിക്കുന്ന ഇന്നലെയിലുള്ള RCM ആയിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ മത്സരിക്കേണ്ട ആരുമായിട്ടാണ്? നമ്മളുമായിട്ടാണ്. നമ്മൾ ഇന്നലെ മീറ്റിംഗ് എടുക്കാൻ എനിക്ക് കപ്പാസിറ്റി ഇല്ലായിരുന്നു, ഇന്ന് മീറ്റിംഗ് എടുക്കണം. നാളെ പ്രസന്റേഷൻ ചെയ്യാൻ കപ്പാസിറ്റി ഇല്ല, നമ്മളെ അടുത്ത ദിവസം നമ്മളെ പ്രസന്റേഷൻ ചെയ്യാനായിട്ട് ഇന്നലെയിൽ എനിക്ക് ഒരു മീറ്റിംഗ് ഇത്ര നന്നായി പ്രവർത്തിക്കാൻ കഴിയില്ല, നമ്മൾ ഇന്ന് അത് സംസാരിക്കുന്നു, നാളെ നമ്മൾ അതിലും ബെറ്റർ ആക്കാനായി ശ്രമിക്കുന്നു. അതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും എല്ലാവരും നമ്മളുടെ ഇന്നലെകളുമായിട്ടാണ് നമ്മൾ ഒരു ഫൈറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഗ്രേറ്റസ്റ്റ് ചാമ്പ്യൻ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഇന്നലെയായിട്ട് വേണം പ്രവർത്തിക്കുക. അതുപോലെ തന്നെ അടുത്ത സ്ലൈഡിലോട്ട് പോവാം. RCM നമ്പർ 1 ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. നമ്മൾ മുമ്പിലത്തെ സ്ലൈഡിൽ പറഞ്ഞു RCM നമ്പർ 1 ആയതുകൊണ്ട് തന്നെ RCM മത്സരിക്കുന്നത് RCM ആയിട്ട് മാത്രമാണ്. എന്തുകൊണ്ടാണ്? RCM ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ്.
RCMല് ബെസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റുകളാണ് നമുക്ക് സെയിൽ ചെയ്യുന്നത് നമ്മളിലൂടെ വരുന്നത്. അതിന് ഏറ്റവും ഉദാഹരണമാണ് ഈ ഇരിക്കുന്ന മീറ്റിംഗിൽ ഇരിക്കുന്ന ആൾക്കാരോട് ഒന്ന് RCMന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ പറയാൻ വേണ്ടി ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാൻ പറഞ്ഞാൽ എല്ലാവരും ഹാൻഡ് റൈസ് ചെയ്യും. കാരണം ഞാൻ RCMലേക്ക് വരാൻ കാരണം വിനോദ് സാറാണ്. വിനോദ് സാറ് RCMലേക്ക് വരാൻ കാരണം അദ്ദേഹത്തിന് ഭാഗ്യവശാൽ RCMൽ വരുന്നതിന് മുമ്പ് കൊളസ്ട്രോൾ വന്നു എന്നുള്ള കാരണം കൊണ്ട് തവിടെണ്ണ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു RCMലോട്ട് വിനോദ് സാർ വന്നത്. അദ്ദേഹത്തിന് കൊളസ്ട്രോള് ഭാഗ്യം കൊണ്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ ഒരു RCM പറയുന്ന നന്മ അറിയാതെ പോവായിരുന്നു. കാരണം അപ്പോ അത്രയും ക്വാളിറ്റി ഉള്ള അദ്ദേഹത്തിന് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കൊളസ്ട്രോൾ കുറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷമാണ് ഞങ്ങളിലോട്ട് എല്ലാം RCM എത്തുന്നത്. അതുകൊണ്ട് തന്നെ 100% നമ്മൾ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ബെസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ് നമ്മളുടെ. നമുക്ക് ഇന്നുള്ളതില് ഏറ്റവും ബെസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ്. ഇന്ത്യയിലെല്ലാം 29 സ്റ്റേറ്റിലായിട്ട് നമ്മളുടെ RCM ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ട്. യൂണിയൻ ടെറിട്ടറിയിൽ വരെ നമുക്ക് RCMന്റെ ഡിസ്ട്രിബ്യൂഷൻ. അതുപോലെ തന്നെ ഇഷ്ടം പോലെ ഷോപ്പുകൾ, ഡിപ്പോ. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഇന്ന് പ്രൊഡക്റ്റിന് ഒരു ക്ഷാമമില്ല. മൂർത്തി സാറും ഹേമന്ത് സാറും സുജിത് സാറും അനുഭവിച്ചിരുന്ന ടെൻഷനൊന്നും ഇന്ന് നമുക്കില്ല. ഇന്ന് നമ്മളുടെ വിരൽ തുമ്പിൽ പ്രൊഡക്റ്റ് ആണ്. ഇന്ന് RCMന്റെ ഡിപ്പോയിൽ പുതിയ പ്രൊഡക്റ്റ് വരുമ്പോഴാണ് നമ്മൾ പ്രൊഡക്റ്റ് അറിയുന്നത്. അതുപോലെ തന്നെ RCMന്റെ ഡിപ്പോയിൽ മുമ്പ് ലോഡ് വരാൻ ഒരു 1.5 ആഴ്ചയോളം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു സമയമുണ്ട്. ഇന്ന് 1.5 വെച്ച് നമുക്ക് ലോഡ് വരുന്ന ഒരു സിസ്റ്റത്തിലോട്ട് മാറി. ഏറ്റവും ബെസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ് RCM ഇന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ പരമാവധി ഉപയോഗിക്കുക. അതുപോലെ തന്നെ ബെസ്റ്റ് മാർക്കറ്റിംഗ് പ്ലാൻ. ഇന്ത്യയിലെ തന്നെ വേൾഡിലെ തന്നെ ഏറ്റവും നല്ലൊരു മാർക്കറ്റിംഗ് പ്ലാൻ ആണ്. ഏതൊരു വ്യക്തിക്ക് ആയിക്കോട്ടെ, ഒരു സെയിൽ ചെയ്യുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, ഒരു സിസ്റ്റമാറ്റിക്കലി ടീം ബിൽഡ് ചെയ്യുന്ന വ്യക്തി ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമുക്കൊരു കസ്റ്റമറായി ഉപയോഗിക്കുന്ന ആൾക്കോട്ടെ, മുമ്പിനേക്കാളും 1 രൂപ പോലും അവർക്ക് നഷ്ടം വരാതെ അവർക്ക് അതിൽ നിന്നും അതിലപ്പുറം പഴയ മാർക്കറ്റിംഗ് പ്ലാനിൽ നിന്ന് പുതിയ രീതിയിലോട്ട് അതിനപ്പുറം നേട്ടങ്ങൾ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗ് പ്ലാൻ ആയിട്ടാണ് നമ്മൾ കമ്പനി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്പർ 1 ബെസ്റ്റ് മാർക്കറ്റിംഗ് പ്ലാൻ ആണ്. നമുക്ക് ഏത് രീതിയിലും സെയിൽ ചെയ്യുന്നവർക്കും ടീം ബിൽഡ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും മെച്ചം കിട്ടാവുന്ന രീതിയിലുള്ള സ്റ്റുഡൻസിനായിക്കോട്ടെ, പാർട്ട് ടൈം ചെയ്യുന്നവരായിക്കോട്ടെ, ഏത് മേഖലയാണ് അവർ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു മെച്ചം എല്ലാവർക്കും കിട്ടുന്ന രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗ് പ്ലാൻ ആണ് നമുക്ക് എല്ലാവർക്കും വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ RCM നമ്പർ 1 നെറ്റ്വർക്ക് ആണ്. ഇത്രയും നല്ല മാർക്കറ്റിംഗ് പ്ലാൻ, ഇത്രയും നല്ല പ്രൊഡക്റ്റ്, ഇത്രയും നല്ല ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് RCM നമ്പർ 1 നെറ്റ്വർക്കായി മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ബെസ്റ്റ് കോർ വാല്യൂസ്. നമ്മളുടെ കോർ വാല്യൂസ് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്ത്രീ ശാക്തീകരണം അങ്ങനെ എല്ലാം ഉണ്ടെങ്കിൽ പോലും RCMന്റെ മാർക്കറ്റിംഗ് പ്ലാനിൽ പടക്കം പൊട്ടിക്കരുത്, അതുപോലെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക, മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, ജലം പാഴാക്കരുത് എന്നെല്ലാം എഴുതി വെക്കുന്ന അത്രയും കോർ വാല്യൂസിനെ അത്രയും സംരക്ഷിച്ചു നിർത്തുന്ന വേറൊരു കമ്പനി ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. നമ്മുടെ കോർ വാല്യൂസ് എന്ന് പറയുന്നത് അത്രത്തോളം ഉണ്ട്. ഈ കാര്യങ്ങളൊന്നും നമുക്ക് ഏത് കമ്പനിയും പറയില്ല. കാരണം നമ്മളെ കമ്പനി നമ്മളുടെ പറയുന്ന ലക്ഷ്യങ്ങളോടൊപ്പം തന്നെ ഈ ഒരു കാര്യം കോർ വാല്യൂസും കൂടി മുറുകെ പിടിച്ചുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. ആ കോർ വാല്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് മുമ്പ് പറഞ്ഞു. ആ ഒരു വാല്യൂ കൃത്യമായി നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് RCM. അടുത്തത് RCM മണി ഫ്രീഡം. നമുക്ക് എല്ലാവർക്കും മണി വേണം അല്ലെ? നമുക്ക് എല്ലാവർക്കും പൈസ ആവശ്യമാണ്. അത് മണി ഫ്രീഡം എന്ന് പറയുന്നതുകൊണ്ട് നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മള് ഒരു റെസ്റ്റോറന്റിൽ കയറുകയാണ്. നമ്മള് ലെഫ്റ്റ് സൈഡിലെ ഐറ്റംസ് ആയിരിക്കും, റൈറ്റ് സൈഡിൽ അതിന്റെ പ്രൈസ് ആയിരിക്കും എഴുതിയിരിക്കുക. നമ്മൾ ആദ്യം നോക്കുന്നത് റൈറ്റ് സൈഡ് ആയിരിക്കും. കാരണം റൈറ്റ് നമുക്ക് അഫോർഡബിൾ ചെയ്യാൻ പറ്റുന്ന പ്രൈസ് ആണോ എന്നുള്ള ഒരു പ്രൈസ് ആയിരിക്കും നമ്മൾ നോക്കുന്നത്. അത് നമുക്ക് മണി ഫ്രീഡം ആണോ? അല്ല. നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം പൈസ നോക്കാതെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ് മണി ഫ്രീഡം കൊണ്ടൊന്ന് ഉദ്ദേശിക്കുന്നത്. അത് RCMൽ ഒരു കൃത്യമായിട്ട് ഒരു ടീം ബിൽഡ് ചെയ്ത് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മണി ഫ്രീഡം എന്ന് പറയുന്നത് ധാരാളമായിട്ട് സാധിക്കും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നു, അവിടെ നിന്നൊരു സാലറി ഉണ്ട്. അതിന് പുറമെ എനിക്ക് റോയൽറ്റി ഗോൾഡ് എന്ന വകയിൽ ഏകദേശം 30,000-അടുത്ത് നമുക്ക് വരുമാനം വരുന്നു. മണി ഫ്രീഡം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന അതാണ്. എന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി 10th +2 ഡിപ്ലോമ ആണെങ്കിൽ കൂടെ ആ ഒരു ക്വാളിഫിക്കേഷൻ വെച്ച് +2 വെച്ചുകൊണ്ട് തന്നെ എനിക്ക് ഏത് വരെ എത്താൻ കഴിയുന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട്. കാരണം എന്റെ CCTV ഫീൽഡിലാണെന്നുണ്ടെങ്കിൽ പോലും 5,000-ലാണ് എന്റെ ബേസിക് സാലറി തുടങ്ങിയത്. അത് കൂടിപ്പോയാൽ 15,000 ആവും. 2 ഇരട്ടി കൂടുമല്ലാതെ അതിനപ്പുറം പോകില്ല.
പക്ഷെ RCMൽ നിന്ന് എനിക്ക് ആദ്യം വന്ന വരുമാനം 663 രൂപയാണ് ഉണ്ടെങ്കിൽ ഇന്ന് 30,000 രൂപയിലോട്ട് എത്താനായിട്ട് RCM സാധിച്ചു. വേറെ ഏത് സിസ്റ്റത്തിലും RCMൽ അല്ലാതെ നമുക്ക് ഇത്രത്തോളം മണി ഫ്രീഡം കിട്ടുന്ന ഒരു ബിസിനസ് വേറെ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ടൈം ഫ്രീഡം, നമുക്ക് ഇഷ്ടം പോലെ ടൈം കിട്ടുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ഒരു ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ഏതൊരു മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, അദ്ദേഹത്തിന് ടൈം ഫ്രീഡം ഉണ്ടാവില്ല. അദ്ദേഹം പറയും, അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ കൂടെ വേറൊരു വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഫാമിലിയുടെ കൂടെ ടൂർ പോകണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ബോസിനോട് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയും, അയ്യോ ഇപ്പൊ തിരക്കാണ്, പറ്റില്ല, എനിക്ക് എന്റെ മോന്റെ കൂടെ ടൂർ പോകണം, നീ തൽക്കാലം പോണ്ട, നീ ഓഫീസിലിരുന്നോ എന്ന് പറയും. അതുപോലെയല്ല RCMൽ ടൈം ഫ്രീഡം ഉണ്ട്, നമുക്ക് മണി ഫ്രീഡം ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ടൈം ഫ്രീഡം കൂടി തരുന്നുണ്ട്. നമുക്ക് എവിടെ വേണമെങ്കിലും പോയി വർക്ക് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. എനിക്ക് ഇന്ന് 10 മണിക്ക് ശേഷമാണ് രാവിലെ വർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ 10 മണിക്ക് ശേഷം വർക്ക് ചെയ്താൽ മതി. എന്റെ ഇന്ന് ഒരു ദിവസം എനിക്ക് ലീവ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ലീവ് എടുത്ത ശേഷം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ടൈം ഫ്രീഡം ഉണ്ട്. അതുപോലെ തന്നെ ഫ്രീഡം ഫ്രം ജോബിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ജോബ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളെ രക്ഷപ്പെടുത്തി ഏറ്റവും ഉന്നതമായിട്ടുള്ള ജീവിതത്തിലോട്ട് കൊണ്ടുപോകില്ല, പക്ഷെ നമ്മളെ ഒരിക്കലും പട്ടിണി കിടത്തുമില്ല. അതൊരു നമുക്ക് ജീവിച്ചു പോകാനുള്ള രീതിയിലുള്ളത് മാത്രമേ. എന്നാൽ RCM ബിസിനസ്സിലോട്ട് വരികയാണെന്നുണ്ടെങ്കിലോ, നമുക്ക് ബിസിനസ് ആണ്, നമ്മൾക്ക് ജോലിയിൽ ഉണ്ടാവുന്ന നോ ബോസ് നോ ലോസ് എന്ന് പറയുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ. നമുക്ക് ബോസ് ഇല്ല, ജോലിയിലെ പോലെ ഇന്ന സമയത്ത് കയറണം ഇന്ന സമയത്ത് ഇറങ്ങണം എന്നുള്ള ഒന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള പോലെ ജോബിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളുടെ ഓൺ ബിസിനസ് ആണ്, നമ്മൾ വർക്ക് ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് നമുക്ക് ഇൻകം. ഇപ്പോ വേറൊരു ജോലിയെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ ഒരു ഗവൺമെന്റ് സർവന്റ് ആയിക്കോട്ടെ, അദ്ദേഹത്തിന് ഒരു 3 ലക്ഷം രൂപ ഇൻകം വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ബേസിക് സാലറി ഒരു 50,000 ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം തലകുത്തി പണിയെടുത്താലും അദ്ദേഹത്തിന് ഒരു 70,000, അതിന് കൂടുതൽ അദ്ദേഹത്തിന് കിട്ടില്ല. കാരണം അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാൽ ബിസിനസ്സിൽ, നമ്മൾ RCM ബിസിനസ് സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു 3 ലക്ഷം രൂപ വേണം. അദ്ദേഹത്തിന് ആ 3 ലക്ഷം രൂപ വേണമെങ്കിൽ അതിനുള്ള പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് അതിനനുസരിച്ച് നമ്മൾ ടീം ബിൽഡ് ചെയ്തുകൊണ്ട് സെയിൽ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വരുമാനത്തിലോട്ട് എത്തിക്കാൻ പറ്റും. അതുപോലെ തന്നെ അടുത്ത പോയിന്റ് ആണ് സെക്യൂർഡ് ഇൻകം. നമുക്ക് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഇൻകം ആണ്. ഇപ്പോ ഏവരും ബോധിക്കുന്നതാണ് ടെക്നിക്കൽ അച്ചീവർ. നമ്മൾ ഒരു ടെക്നിക്കൽ അച്ചീവർ ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഇൻകം ആണ്. ഏകദേശം 50,000 രൂപയ്ക്ക് മുകളിൽ എല്ലാ മാസവും വരുന്ന രീതിയിലുള്ള ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഇൻകം ആണ് നമുക്ക് കിട്ടുക. എല്ലാവർക്കും ഇപ്പൊ എന്റെ ഡ്രീമും ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ടെക്നിക്കൽ അച്ചീവർ ആവണം എന്നാണ് എന്റെ അടുത്ത ഡ്രീം എന്ന് പറയുന്നത്. അതിന് ആ ഒരു ഇൻകത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളുടെ ഇൻകം സെക്യൂർഡ് ആയി, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് സ്പോട്ടിൽ നേടിയെടുക്കാനും അതിലൂടെ തന്നെ ഒരു നല്ല രീതിയിലുള്ള ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടും സാധിക്കും. അതുപോലെ തന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഗുഡ് ഹെൽത്ത്. നമ്മുടെ ഹെൽത്തിന്റെ കാര്യം, നമ്മൾക്ക് അറിയാം നമ്മളുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 100% ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകളാണ്. നമ്മളുടെ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റുകളൊന്നും നമുക്ക് വരുന്നില്ല. കാരണം നമ്മൾ 100 പേസ്റ്റ് ഡിപ്പോന്ന് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 101ാമത്തെ പേസ്റ്റ് നമുക്ക് ബില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ 100% ഒറിജിനൽ പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെൽത്ത് വളരെയധികം സുരക്ഷിതമാണ്. നമ്മുടെ RCMന്റെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെ ഹെൽത്ത് ആണ്. സ്വയം നമ്മളുടെ ഹെൽത്ത് സപ്പോർട്ട് ചെയ്യുന്നതാണ് RCMന്റെ ലക്ഷ്യം. അത് ഉറപ്പാണ്. നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിലൂടെ ന്യൂട്രിചാർജ് പോലുള്ള സെഗ്മെന്റുകൾ നമ്മുടെ ഹെൽത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. അത് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് നല്ല ഗുഡ് ഹെൽത്ത് ഉണ്ടാക്കിയെടുക്കാൻ RCMലൂടെ സാധിക്കും. അടുത്തത് നമുക്ക് റെസ്പെക്ട്, റിഗാർഡ്, റെക്കഗ്നേഷൻ എന്ന് പറയാം. നമ്മളുടെ റെസ്പെക്ട്, ഞാനിപ്പോ ഒരു വേറെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യായിക്കോട്ടെ, വേറെ ഏത് മേഖല ആയിക്കോട്ടെ, റെസ്പെക്ട് എന്ന് പറയുന്നത് ഉണ്ടാവില്ല, റെക്കഗ്നേഷൻ എന്ന് പറയുന്ന സാധനങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്നു, അതിനനുസരിച്ച് സാലറി കിട്ടുന്നു, അല്ലാതെ റെക്കഗ്നേഷൻ ഒന്നും നമുക്കില്ല. എന്നാൽ ഞാൻ RCM വന്നതുകൊണ്ട്, ഞാനൊരു സാധാരണക്കാരനാണ്, ഞാൻ RCM വന്നതുകൊണ്ട് ഞാൻ ഇരിക്കുന്ന പിൻ ലെവല് ഗോൾഡ് ആയതുകൊണ്ടും എനിക്കൊരു റെസ്പെക്ട് കിട്ടുന്നു. നമ്മളൊരു മീറ്റിംഗിന് പോകുന്ന സമയത്ത് നമുക്ക് ഒരു റെസ്പെക്ട് കിട്ടുന്നു, ഒരു റെക്കഗ്നേഷൻ കിട്ടുന്നു, റോയൽറ്റി എന്നുള്ള സ്റ്റേജ് തൊട്ട്. ആ ഒരു ഇത് നമ്മൾ വേറെ ഏത് ബിസിനസ് ചെയ്താലും നമുക്ക് കിട്ടില്ല. അതുപോലെ തന്നെ പീസ് ഓഫ് മൈൻഡ് ആണ്, നമുക്ക് സമാധാനമാണ്. നമ്മൾക്ക് ഇന്ന സമയത്ത് ചെയ്യണം, ഇന്ന സമയത്ത് ഇത്ര എത്തണം, ടാർഗറ്റുകൾ ഒന്നുമില്ല. നമ്മൾ തന്നെ ടാർഗറ്റ് സെറ്റ് ചെയ്യാണ്. നമ്മൾ ഈ ഒരു മാസം നമ്മൾ പിന്നെ എത്തണം എന്ന് നമ്മൾ ടാർഗറ്റ് ചെയ്താൽ നമ്മൾ വർക്ക് ചെയ്യും. നമ്മളെ ഫോഴ്സ് ചെയ്യാനായിട്ട് ഒരു ബോസ് ഇല്ലാത്തത് കൊണ്ട് നമ്മളെ ഇത്ര ഇത് കൊണ്ടുവരണം, മറ്റുള്ള ഏത് മേഖല ആയിക്കോട്ടെ ഇന്നത് കൊണ്ടുവരണം, നമ്മളെ പ്രഷർ ചെയ്യാൻ വേറൊരാൾ ഉണ്ടാവും. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മുടെ മൈൻഡ് വളരെയധികം ഡിസ്റ്റർബ് ആയിരിക്കും. ഇവിടെ അങ്ങനെയൊന്നുമില്ല. നമ്മൾക്ക് എവിടെയാണോ എത്താൻ പറ്റുക എന്നുള്ള ഒരു ബോധം ഉണ്ടാവും. അതിനനുസരിച്ചിട്ടുള്ള ഒരു ടാർഗറ്റ് നമ്മൾ തന്നെ സെറ്റ് ചെയ്യുക.
അതിനനുസരിച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. അതുകൊണ്ട് തന്നെ പീസ് ഓഫ് മൈൻഡ് ആണ്. ചാരിറ്റി, ഇഷ്ടം പോലെ ചാരിറ്റി നമുക്കൊരു പിൻ ലെവലുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാനായി കഴിയും. കാരണം ഒരു ക്യാഷ് കൊടുക്കുന്നതിന് മാത്രമല്ലല്ലോ ചാരിറ്റി, ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിക്കാൻ ആർസിയിലൂടെ കഴിയും. ഞങ്ങളുടെ ടീമിൽ തന്നെ ഒരു അരുൺ പറയുന്ന സാറുണ്ട്. അരുൺജിക്ക് കണ്ണ് കാണില്ല. അദ്ദേഹത്തിനെ നമ്മൾ ഒരു തവണ ഒരു 5000 രൂപ കൊടുത്ത് സഹായിച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു മാസത്തുള്ള പ്രതിസന്ധി മാറിക്കിട്ടുന്നുള്ളതാണ്. പക്ഷെ RCMൽ അദ്ദേഹം കൊണ്ടുവന്ന ഇന്ന് അദ്ദേഹം റണ്ണർ പിൻ അച്ചീവർ ആണ്. അദ്ദേഹത്തിന് എല്ലാ മാസവും ഒരു 8000 രൂപയ്ക്ക് മുകളിൽ ഇൻകം വരുന്ന രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചു. അത് തന്നെ നമ്മളുടെ ലൈഫിലെ ഏറ്റവും വലിയ ചാരിറ്റി ആയിട്ട് കണക്കാക്കാം. നമുക്ക് ഒരുപാട് പേരെ ഇനിയും സഹായിക്കാൻ RCMലൂടെ സഹായിക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഫോറിൻ ട്രിപ്സ്, നമുക്ക് ഫോറിൻ ട്രിപ്സ് ഇഷ്ടം പോലെ നമ്മൾ RCM ആയിക്കോട്ടെ, ന്യൂട്രിചാർജ് ആയിക്കോട്ടെ, ഗുഡ് ഡോട്ട് ആയിക്കോട്ടെ, അവർ തരുന്ന ടാർഗറ്റുകൾ കൃത്യമായി നമ്മൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോറിൻ ട്രിപ്പുകളിൽ പോകുന്ന ഇഷ്ടം പോലെ ആൾക്കാർ നമ്മൾ ഗ്രൂപ്പുകളിൽ കാണുന്നുണ്ട്. നമുക്ക് ഫോറിൻ ട്രിപ്സും നമുക്ക് നേടിയെടുക്കാനായിട്ട് RCMലൂടെ സാധിക്കും. അതുപോലെ തന്നെ യുവർ ഡ്രീം, എന്റെ ഡ്രീം നേടിയെടുക്കാനായിട്ട് എനിക്ക് RCMലൂടെ സാധിക്കും. കാരണം ഡ്രീം നേടിയെടുക്കുന്ന സമയത്ത് എനിക്ക് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് ഫ്രണ്ട്സ് വേണോ ഡ്രീം വേണോ എന്നുള്ളതായിരുന്നു. കാരണം നമ്മള് സൺഡേ പോലും ഇപ്പൊ ഞാൻ ഷോപ്പിൽ വരുന്നുണ്ട്, എന്നെ വിനോദ് സാറ് ഷോപ്പിലേക്ക് സൺഡേ വരണ്ട, നീ ലീവ് എടുത്തോ എന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഷോപ്പിലോട്ട് വരും. കാരണം ഷോപ്പിൽ നിന്നുകൊണ്ട് തന്നെ എനിക്ക് എന്റെ ടീമിനെ മാനേജ് ചെയ്യണം എന്നുള്ളത് ഇപ്പൊ മനസ്സിലാക്കി. ആ സമയത്ത് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഫ്രണ്ട്സ് എന്നെ വിളിക്കും ഞായറാഴ്ച ആവുന്ന സമയത്ത്, നമുക്ക് അവിടെ കറങ്ങാൻ പോവാം, ഇവിടെ കറങ്ങാൻ പോവാം എന്നുള്ള കാര്യം എന്നെ വിളിക്കും. പക്ഷെ ഞാൻ ഫ്രണ്ട്സിനെ ഒഴിവാക്കിക്കൊണ്ട് RCM ചെയ്തു. ഇന്ന് ആ ഫ്രണ്ട്സുകളെല്ലാം RCMലോട്ട് തിരിച്ചു വരുന്നു. അപ്പോ നമ്മുടെ മുമ്പില് ഡ്രീംസിന്റെ മുമ്പിൽ നമുക്ക് ഏറ്റവും വരുന്ന ക്വസ്റ്റ്യൻ മാർക്കാണ് നമ്മളുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്, അല്ലെ? നമുക്ക് യങ്സ്റ്റേഴ്സിന് ഒട്ടനവധി ഫ്രണ്ട്സ് ഉണ്ടാവും. അവരുടെ കൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഡ്രീംസിനെ ഒരിക്കലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പെട്ടെന്ന് കഴിഞ്ഞെന്ന് വരില്ല. കാരണം ആ ഡ്രീം നമ്മൾ വൈകും തോറും വളരെയധികം ദൂരത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ നമ്മളുടെ ഡ്രീമുകളെല്ലാം നേടിയെടുത്തു കഴിഞ്ഞ ശേഷം നമ്മളുടെ ഫ്രണ്ട്സ് അല്ലേ, നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന നമ്മളുടെ ഫ്രണ്ട്സ് ആകുന്ന സമയത്ത് അവര് നമ്മളുടെ ഡ്രീമിനോടൊപ്പം വരും. നമ്മളുടെയോടൊപ്പം തന്നെ ചേർന്ന് പ്രവർത്തിക്കാനും നമ്മളുടെ ഡ്രീം സക്സസ് ആക്കാനും കൂടി നമ്മളുടെ ഡ്രീം സക്സസ് ആവാൻ അവര് കൂടി പ്രവർത്തിക്കുന്ന ഒരു ഘട്ടം വരും. ആ സമയത്തില് ആദ്യം നമ്മള് ഫ്രണ്ട്സ് മതി പറഞ്ഞ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫെയിലിയർ ആയിട്ടുണ്ടാവും. നമ്മൾ ഫെയിലിയർ ആവുന്ന സമയത്ത് നമ്മൾ മാത്രമേ നമ്മളുടെ ഫെയിലിയറിന് കൂടെ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ സക്സസ് ആവുന്ന സമയത്ത്, നമ്മുടെ ഡ്രീമുകളെല്ലാം അച്ചീവ് ചെയ്യുന്ന സമയത്ത് അതിന് കൂടെ നിൽക്കാൻ ഒട്ടനവധി പേര് നമ്മളുടെ ലൈഫിൽ ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ ഡ്രീമിനെ നമ്മൾ മുറുക്കെ പിടിക്കുക. നമ്മളുടെ ഡ്രീം എന്താണെന്നുള്ളൊരു വിഷൻ നമുക്ക് ഉണ്ടാക്കണം. ആ ഒരു ഡ്രീമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ വർക്ക് ചെയ്യാൻ. താങ്ക് യു JRCM. നമ്മൾ ഓരോ ആൾക്കാരും നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ഓരോ അവസരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം, അല്ലെ? നമ്മളുടെ ജീവിതത്തിനിടയിൽ ബർത്തും ഡെത്തിനും ഇടയിൽ ബിയും ഡിയും തമ്മിലുള്ള ഇടയിൽ നമുക്ക് ഒരു ക്യാരക്ടറാണ്, ലെറ്ററാണ് ഏത്? C എന്ന് പറയുന്നത്. ചൂസ് ആണ്. അത് ചൂസ് ചെയ്യണം. നമ്മളുടെ ലൈഫില് ബർത്തും ഡെത്തും വരും പോവും, അത് എന്തായാലും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതില് ചോയ്സ് എന്ന് പറയുന്നത് നമ്മളൊന്ന് ചൂസ് ചെയ്യണം. C എന്ന് പറയുന്നത് ചോയ്സ് ആണ്. നമുക്ക് RCM ബിസിനസ് ചെയ്യാൻ എന്ന് പറയുന്നത് ഒരു ചോയ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ആ ചോയ്സ് നമ്മൾ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് RCMന്റെ പിൻ ലെവലുകൾ അച്ചീവ് ചെയ്തുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകാം. ഇന്ന് കമ്പനിയുടെ ഗ്രോത്ത് ബോണസ് ഓപ്പണർക്ക് മുതൽ കഴിഞ്ഞ നമ്മളെ മാർക്കറ്റിംഗ് പ്ലാൻ വരുന്ന സമയത്ത് പറഞ്ഞിരുന്നത് ഒരു PVയുടെ എങ്കിലും കൂടുതൽ, നമ്മളുടെ ബി ലെഗിൽ ഒരു PV എങ്കിലും കൂടുതൽ വേണം ഉള്ളതായിരുന്നു. പക്ഷെ ഇന്ന് അത് മാറ്റി. കാരണം നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. മുമ്പ് റോയൽറ്റിക്കാർക്കായിരുന്നു അത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത്. ഇന്ന് ഒരു ഓപ്പണർക്കും അത് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം മതി, ഗ്രോത്ത് കാണിക്കേണ്ടതായിട്ടില്ല. അങ്ങനെ ഒട്ടനവധി ചേഞ്ചസ് വരുത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയും നമ്മൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ചേഞ്ചസുകൾ വരും. കമ്പനിയിൽ നിന്ന് ധാരാളം പേർക്കും, ഇതിലിരിക്കുന്ന ഓരോ ആൾക്കാരും 116 പേരും നല്ല അച്ചീവ്മെന്റുകൾ എത്തും. കാരണം ദൈവം എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മളുടെ നല്ലൊരു മാനുഫാക്ചർ ആണ്, അല്ലെ? നമ്മളെ ഒരിക്കലും അദ്ദേഹം മോശമായിട്ട് മാനുഫാക്ചർ ചെയ്യില്ല. അദ്ദേഹം നല്ലൊരു മാനുഫാക്ചർ ആണ്. നമ്മളെ പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ യുണീക്ക് ആണ്. ആ ഒരു കാര്യം നമ്മൾ വിശ്വസിക്കുക. നമ്മളെ പോലെ നമ്മളെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മള് യുണീക്ക് ആയിട്ടുള്ള വ്യക്തിയാണ്. എല്ലാവരും RCMല് ഉറച്ചു നിൽക്കുക. 3 വർഷം RCMന് കൊടുക്കുക പറഞ്ഞാൽ അതിന് നമ്മള് റിട്ടേൺസ് പ്രതീക്ഷിക്കാതെ കൊടുക്കുക. RCMല് നമ്മള് ഒരു റിട്ടേൺസും പ്രതീക്ഷിക്കരുത്. RCMല് 3 വർഷം നമ്മള് റിട്ടേൺ നോക്കാതെ പ്രവർത്തിച്ച നമ്മളെ TCG എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ ആദ്യം ഈ ഒരു RCM
ആർസിഎം നന്മ മറ്റു ജനങ്ങളിലോട്ട് എത്തിക്കും. നിങ്ങളെ വരുമാനം പിന്നിൽ വന്നോളും. ഉറപ്പായിട്ടും ഈ ഒരു നന്മ നമ്മൾ ജനങ്ങളിലോട്ട് എത്തിക്കുന്ന സമയത്ത് അതിലൂടെ നമ്മൾക്കും നമ്മളുടെ വരും തലമുറയ്ക്കും ഈ ഒരു നന്മയിലൂടെ ഒരു ജീവിതം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോ ഒരിക്കൽ കൂടി ഈ ഒരു പ്രോഗ്രാം തന്ന സുരാഗ് സാറിനും ഈ ഒരു യൂത്ത് ഐക്കൺ പ്ലാറ്റ്ഫോം തന്ന മറ്റുള്ള എല്ലാ ലീഡേഴ്സിനും, പിന്നെ എന്നെ ആർസിഎമ്മിലേക്ക് കൊണ്ടുവന്ന എന്റെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള വിനോദ് സാറും അതുപോലെ തന്നെ എന്റെ ടീമിൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ മെമ്പേഴ്സിനും നന്ദി പറയുന്നു. ജെ ആർസിഎം. താങ്ക് യു.